വിശദമായ വാർത്തകളിലേക്ക്. ഹോങ്കോങ്ങിലെ വോങ് ഫുക് കോട്ട് അപ്പാർട്ട്മെന്റിലെ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഇന്ന് ഒരു ദിവസം മുഴുവൻ പരിശ്രമിച്ചാൽ മാത്രമേ തീ കെടുത്താൻ കഴിയൂ എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. 44 പേരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. 279 പേരെ കാണാനില്ല എന്നത് ദുരന്തത്തിന്റെ വ്യാപ്തി വലുതാക്കുന്നു. സംഭവത്തിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അഭിലാഷ് രാധാകൃഷ്ണൻ വിവരങ്ങളുമായി. അഭിലാഷ്, ഹോങ്കോങ്ങിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തീപിടുത്തങ്ങളിലൊന്നായാണ് ഇത് കണക്കാക്കുന്നത്. നിലവിൽ എന്താണ് സ്ഥിതിഗതികൾ? ഈ തീ ഏതെങ്കിലും വിധത്തിൽ നിയന്ത്രണ വിധേയമാക്കാൻ ഏതെങ്കിലും ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ടോ? ഈ ഇത്രയും പേരെ കാണാനില്ല എന്ന് പറയുമ്പോൾ വലിയൊരു ദുരന്തമാണോ ഹോങ്കോങ്ങിനെ കാത്തിരിക്കുന്നത്? ശ്രീജ, ഈ വോങ് ഫുക് കോർട്ട് അപ്പാർട്ട്മെൻറ്റ്, അതായത് 8 ബ്ലോക്കുകളിലായിട്ട് 2000 അപ്പാർട്ട്മെൻറ്റുകളാണ് ഈ ഒരു സമുച്ചയത്തിലുള്ളത്. ഇതിൽ ഇന്നലെ വൈകിട്ടോടെ തീ പടരുകയായിരുന്നു. അത് ഇന്ന് രാത്രിയോടുകൂടി ഏത് കെടുത്താൻ കഴിയൂ എന്നുള്ളതാണ് അധികൃതർ പറയുന്നത്. അതിൽ ഏറ്റവും ആശങ്കപ്പെടുത്തുന്നത് ഇപ്പോഴും 300-ലധികം പേര് ഈ ഫ്ലാറ്റിൽ കുടുങ്ങിക്കിടപ്പുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അത് സംബന്ധിച്ച് ഇന്ന് രാത്രിയൊക്കെ ഇത് മുഴുവനായി അണയ്ക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ അവരുടെ ജീവനിലെ ആപത്ത് എത്രത്തോളമാണ് എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ കഴിയും. അങ്ങനെ ഇതൊരു ക്ലാസിഫൈഡ് ആയിട്ട് എ ലെവൽ ഫയർ ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. അതായത് ഏറ്റവും ഗുരുതരമായ അപകടകരമായ തീപിടുത്തങ്ങളെയാണ് ഹോങ്കോങ് അതോറിറ്റി എ ലെവൽ എന്ന് പറയുന്നത്. അത്തരത്തിലൊരു തീപിടുത്തമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഏറെ ആശങ്കപ്പെടുത്തുന്നതാണ്. ഓരോ മണിക്കൂർ കഴിയുമ്പോഴും അവിടുത്തെ അപ്പാർട്ട്മെൻറ്റിന് പുറത്തുള്ള ആളുകളുടെ അവരുടെ പരാമർശങ്ങൾ പുറത്തു വരുന്നു, അവരുടെ സംഭാഷണങ്ങൾ പുറത്തു വരുന്നു. തൻ്റെ ഭാര്യ അകത്തുണ്ട്, താൻ ഓമനിച്ച് വളർത്തുന്ന പട്ടിക്കുട്ടി അകത്തുണ്ട്. ഇതിനെയൊന്നും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഇറങ്ങി ഓടിയ വെപ്രാളത്തിൽ അവരെ ഒന്നും കൂട്ടാൻ കഴിഞ്ഞില്ല. അവരൊക്കെ എവിടെയാണെന്നറിയില്ല, എന്താണ് അവരുടെ സാഹചര്യമെന്നറിയില്ല. അങ്ങനെ ഓരോരുത്തരും കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന വിവിധ വീഡിയോകൾ നമുക്കിപ്പോൾ ലഭ്യമാണ്. മാത്രമല്ല, ഇനി ഇവിടെ പോയി കിടക്കും. കാരണം ഈ ഹോങ്കോങ്ങിനെ സംബന്ധിച്ച് വലിയ രീതിയിൽ അവിടുത്തെ അപ്പാർട്ട്മെൻറ്റ് വീട് വയ്ക്കുന്നതിനെ സംബന്ധിച്ച്, ആളുകളുടെ താമസ സ്ഥലത്തെ സൗകര്യത്തെ സംബന്ധിച്ചൊക്കെ വലിയ രീതിയിൽ അവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആളുകൾ തിങ്ങി നിറഞ്ഞ ഒരു പ്രദേശമായതുകൊണ്ടാണ് ഇത്ര വലിയ രീതിയിൽ അപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ആളുകളുടെ താമസ സൗകര്യങ്ങൾ മാറ്റുന്നത്. അങ്ങനെ മാറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു വലിയ തീപിടുത്തം. കഴിഞ്ഞ 17 വർഷത്തിനിടയിൽ ഉണ്ടായ ഏറ്റവും വലിയ തീപിടുത്തത്തിലാണ് ഇന്നലെ ഹോങ്കോങ് സാക്ഷ്യം വഹിച്ചത്. ഇന്നിപ്പോൾ 800ഓളം ഫയർ ഫൈറ്റർമാരാണ് അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ഈ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിൽ 4 ബ്ലോക്കുകളിൽ തീ അണയ്ക്കാൻ കഴിഞ്ഞു. ബാക്കി 4 തീ ഒരു പരിധിവരെ നിയന്ത്രണത്തിലാക്കാനെങ്കിലും കഴിഞ്ഞു. പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെ മുകൾ നിലയിലേക്ക് വലിയ രീതിയിലുള്ള തീ പിടിച്ചത് കൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് കടക്കാൻ കഴിയുന്നില്ല. കാരണം അത്രമാത്രം ചൂടാണ് ആ പ്രദേശത്തുള്ളത്. 44 പേർ ഇതിനോടകം കൊല്ലപ്പെട്ടു എന്നുള്ള സ്ഥിരീകരണം വരുന്നു. 45 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. മാത്രമല്ല 300ഓളം പേരെ ഇപ്പോഴും കാണാനില്ല എന്നുള്ളതാണ്. അവരുടെ വിവരങ്ങളില്ല. ഇതിൽ കുട്ടികളുണ്ട്, മുതിർന്നവരുണ്ട്, യുവാക്കളുണ്ട്. പിന്നെ ഇതിന് കൂടാതെ ആളുകൾ ഓമനിച്ച് വളർത്തുന്ന പെറ്റ് ഡോഗുകൾ അടക്കമുള്ളതുകൊണ്ട് ഇത് ഏറെ സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഇവരൊക്കെ ജീവനോടെ ഉണ്ടോ, ഇവരെയൊക്കെ രക്ഷിക്കാൻ കഴിയുമോ എന്നറിയണമെങ്കിൽ തന്നെ ഇന്നൊരു ദിവസം കൂടി കാത്തിരിക്കണമെന്ന് പറയുന്നത് ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ്. ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് 3 പേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. ഇതിൽ ഈ അപ്പാർട്ട്മെൻറ്റിൽ റിനോവേഷൻസ്, അവിടെ പുനർനിർമ്മിക്കുന്ന ചില ജോലികൾ നടക്കുന്നുണ്ടായിരുന്നു. ഈ ജോലികൾക്കായി കൊണ്ടുവന്ന പോളിസ്റ്ററൈൻ എന്ന് പറയുന്ന ഒരു വസ്തുവും അതുപോലെ ബാംബു സ്കഫോൾഡിംഗ് ആണ്. അതായത് മുള കൊണ്ടുണ്ടാക്കിയ സ്കഫോൾഡിംഗ് ഈ പണി നടക്കുന്നിടത്ത് ഉയരത്തിലേക്ക് കയറിപ്പോകാനായിട്ടാണ് ഈ സ്കഫോൾഡിംഗ് ഉപയോഗിക്കുന്നത്. ഈ സ്കഫോൾഡിങ്ങും ഈ പോളിസ്റ്ററൈനും ഈ തീപിടുത്തത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ ഒരു കാരണമായി എന്നുള്ളതാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. അതുമായി ബന്ധപ്പെട്ട് റിനോവേഷൻസ് നടത്തുന്ന കൺസ്ട്രക്ഷൻ കമ്പനിയുടെ 2 ഡയറക്ടർമാരെയും ഒരു കൺസൾട്ടൻറ്റിനെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച ഈ തീപിടുത്തത്തിൻ്റെ വ്യാപ്തി വലുതാക്കി. അവർ ഏറ്റവും വില കുറഞ്ഞ സാധനങ്ങൾ അവിടെ ഉപയോഗിച്ചു എന്നുള്ളതാണ് അവർക്ക് മേൽ ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന കുറ്റം. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ നടന്നു വരികയാണ്. എന്തുകൊണ്ട് അവിടെ തീ പിടിച്ചു, തീപിടുത്തം എങ്ങനെ ഉണ്ടായി, അതെങ്ങനെ ഇത്ര വലിയ രീതിയിൽ പടരാൻ ഒരു സാഹചര്യം അവിടെ ഉണ്ടായി തുടങ്ങിയ കാര്യങ്ങളിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിലവിൽ 8 അപ്പാർട്ട്മെൻറ്റുകളിലായി വലിയ രീതിയിൽ തീ പിടിച്ചിരിക്കുന്നു. ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം ഇന്ന് മുഴുവൻ ശ്രമിച്ചാൽ മാത്രമേ ഈ തീ അണയ്ക്കാൻ കഴിയൂ എന്നുള്ളതാണ്. ഇതിനൊപ്പം ഈ തീ അണയ്ക്കാനെത്തിയ ഒരു ഫയർ ഉദ്യോഗസ്ഥൻ കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു. ഏറെ സങ്കടപ്പെടുത്തുന്ന വാർത്തകൾ ഇനിയും വരുന്ന മണിക്കൂറുകളിൽ
എന്തായാലും മരണസംഖ്യ ഉയരുമെന്നുള്ള നമുക്ക് ഏറെ ദുഃഖകരമായ ഒരു വിവരം കൂടി ഈ രാവിലെ പങ്കുവയ്ക്കാനുണ്ട് ശ്രീജ. കാരണം അത്രയധികം ആളുകളെ കാണുന്നില്ല. അതിൽ 300ഓളം പേര് ഇപ്പോഴും ആ കെട്ടിടത്തിൽ ഇത്രയും പടർന്നുകൊണ്ടിരിക്കുന്ന ആ കെട്ടിടത്തിനകത്ത് കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളത് ഏറെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. നമുക്ക് ഇവരിൽ എത്ര പേരെ ജീവനോടെ പുറത്തെത്തിക്കാൻ കഴിയുമെന്നുള്ളിടത്താണ് ഏറ്റവും വലിയ ചോദ്യം ഉയരുന്നത്. മാത്രമല്ല ഒരു ആശ്വാസം നൽകുന്ന, ഇത്രയും വലിയ ദുഃഖത്തിനിടയിൽ ഒരു ആശ്വാസം നൽകുന്ന വാർത്ത, ഒരു പിഞ്ചു കുഞ്ഞിനെയും ഒരു അമ്മുമ്മയെയും അതിനകത്ത് നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് ഈ ഇത്രയും വലിയ ദുരന്തത്തിനിടയിലും ഒരു സമാധാനം നൽകുന്ന വാർത്തയാണ്. പക്ഷേ 300 പേരെ ഇനിയും അതിനകത്ത്, ഇപ്പോൾ 300 പേരെന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്ക്. പക്ഷേ വരുന്ന മണിക്കൂറുകളിൽ അത് എത്രയാകും എന്നുള്ളതൊന്നും നമുക്കറിയില്ല. മാത്രമല്ല ഇതിൽ കുറച്ച് പേരെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞാൽ അത് ഈ സംഖ്യ കുറയും എന്നുള്ളതും നമുക്കൊരു പ്രതീക്ഷയാണ്. എന്നാൽ 1000-ഓളം ആളുകളെ ഇപ്പോൾ തന്നെ ഈ മറ്റ് അപ്പാർട്ട്മെൻറ്റുകളിലേക്കും താൽക്കാലിക ഷെൽട്ടറുകളിലേക്കും മാറ്റിയിട്ടുണ്ട്. അവരുടെ എല്ലാ സാധന സാമഗ്രികളും കത്തി നശിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവരുടെ ഇതുവരെയുള്ള എല്ലാ സമ്പാദ്യങ്ങളും ഈ തീയോടുകൂടി ഇല്ലാതാവുകയാണ്, വെണ്ണീറാവുകയാണ് എന്നുള്ള ദുഃഖങ്ങൾ ആളുകൾ അവിടെ പങ്കുവയ്ക്കുന്നു. ഇനി എവിടെ തല ചായ്ക്കുമെന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഹോങ്കോങ്ങിനെ സംബന്ധിച്ച് വലിയ രീതിയിൽ ഈ പാർപ്പിട രംഗത്ത് വലിയ രീതിയിൽ അവർ ചില സങ്കീർണമായ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്, സ്ഥലത്തിനുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു തീ പിടിക്കുന്നതും. ഒരു ഫ്ലാറ്റ് 2000 അപ്പാർട്ട്മെൻറ്റുകളെന്ന് പറയുമ്പോൾ ഏകദേശം ചുരുങ്ങിയത് 8000 പേരെങ്കിലും അവിടെ താമസിക്കുന്നുണ്ടാവും. ഈ ഒരു കുടുംബത്തിൽ 4 പേര് വെച്ച് നോക്കിയാൽ തന്നെ 8000-ഓളം പേരായി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തന്നെ ഇത്രയും പേർക്ക് ഇനി വാസയോഗ്യമായ സ്ഥലം കണ്ടെത്തുക എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ച്, അവിടുത്തെ അതോറിറ്റികളെ സംബന്ധിച്ചൊക്കെ വലിയ ശ്രമകരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് രാവിലെ തന്നെ അവിടുത്തെ മാധ്യമപ്രവർത്തകർ അധികൃതർ കാണുകയുണ്ടായി. ഇപ്പോൾ തന്നെ നിലവിൽ 800ഓളം ഫയർ ഫൈറ്റർമാർ അവിടെ ചെലവഴിക്കുന്നുണ്ട്. അവിടെ തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി ആദ്യത്തെ കുറച്ച് നിലകളിൽ തീ അണയ്ക്കാൻ കഴിഞ്ഞെങ്കിലും മുകളിലോട്ട് കയറും തോറും തീയുടെ ചൂട് കൂടി വരികയാണ്, അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ ആ തീ അണച്ച് താഴത്തെ നിലയിൽ നിന്ന് മുകളിലേക്ക് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് ഈ ആളി കത്തും തോറും അതിനുള്ള സമയം കൂടുതലായിട്ട് അവർക്ക് വേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഈ തീ കത്തിക്കാൻ പോളിസ്റ്ററൈൻ എന്ന് പറയുന്ന ഈ റെനോവേഷന് കൊണ്ടുവന്ന മെറ്റീരിയൽ തീ ആളിപ്പടരാൻ കാരണമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മാത്രമല്ല ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഈ തെർമോകോൾ ഉണ്ട്, ഈ വാതിലിൻ്റെ സൈഡിലൊക്കെ ഇവർ ഉപയോഗിച്ചിരുന്ന ഈ തെർമോകോളും ഇത്തരത്തിൽ തീ പടർന്നു പിടിക്കുന്നതിന് കാരണമായി. ഈ പോളിസ്റ്ററൈൻ എന്ന് പറയുന്ന മെറ്റീരിയലിൽ നിന്ന് തന്നെയാണ് ഈ തെർമോകോളും നിർമ്മിക്കുന്നത്. അങ്ങനെ ഈ നിർമ്മാണ നിലവാരത്തിൽ, ഈ ഫ്ലാറ്റിൻ്റെ നിർമ്മാണ നിലവാരത്തിലടക്കം വലിയ രീതിയിലുള്ള വിട്ടുവീഴ്ച ഈ നിർമ്മാണ കമ്പനി നടത്തി എന്നുള്ള ഒരു കണ്ടെത്തൽ കൂടി ഈ ഒരു തീപിടുത്തത്തിൻ്റെ വെളിച്ചത്തിൽ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന കൺസ്ട്രക്ഷൻ കമ്പനി ഉദ്യോഗസ്ഥർക്ക് വലിയ രീതിയിലുള്ള ശിക്ഷ കിട്ടാനോ അവർക്കെതിരെ കടുത്ത നടപടികളിലേക്ക് കടക്കാനോ ഉള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. അത്തരത്തിൽ ഇന്ന് വലിയ രീതിയിലുള്ള ഒരു ആശങ്കപ്പെടുത്തുന്ന വാർത്തകളാണ് ഇന്ന് പുറത്തു വരുന്നത്. ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ തീപിടുത്തം ഇപ്പോഴും അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. കഴിഞ്ഞ 17 വർഷത്തിനിടെ ഹോങ്കോങ് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തീപിടുത്തമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഒരു വലിയ കെട്ടിടം എത്രയോ ദൂരത്ത് നിന്നുള്ള വിഷ്വലാണ് നമ്മളിപ്പോൾ കാണുന്നത്. എത്ര വലിയൊരു കെട്ടിടമാണ് നിന്ന് കത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ 2000-ലധികം കുടുംബങ്ങൾ താമസിച്ചിരുന്ന ഒരു സ്ഥലമാണ് എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും സങ്കടപ്പെടുത്തുന്നത് ഈ രാവിലെ. കാരണം ഇവരെല്ലാം ഇനി എവിടെ പോകുമെന്നുള്ള ഒരു ചോദ്യമുണ്ട്. തങ്ങളുടെ ഉറ്റവർ, നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, തങ്ങൾ ഏറ്റവും ഓമനിച്ച് വളർത്തിയിരുന്ന പെറ്റുകളും അവരുടെ വളർത്തുമൃഗങ്ങളും അതുപോലെ കുടുംബാംഗങ്ങളും ഇപ്പോഴും ആ കെട്ടിടത്തിനകത്ത് കുടുങ്ങിക്കിടക്കുന്നു. ആ തീ പിടിച്ച് കത്തി അമരുന്ന ആ കെട്ടിടത്തിന് മുകളിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അവരിപ്പോൾ ഇറങ്ങി വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് താഴെ കാത്തു നിൽക്കുന്ന കുടുംബാംഗങ്ങളുടെ മാനസികാവസ്ഥ എന്താണെന്ന് നമുക്ക് ആലോചിച്ച് തന്നെ മനസ്സിലാകും ശ്രീജ. കാരണം അത്രത്തോളം ഒരു ആശങ്കപ്പെടുത്തുന്ന, ദുഃഖം തരുന്ന ഒരു വിവരങ്ങളാണ് ഇപ്പോൾ ഹോങ്കോങ്ങിൽ നിന്ന് പുറത്തു വരുന്നത്. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ 34 നിലകളുള്ള ഒരു പാർപ്പിട സമുച്ചയമാണ്. അതിൽ 7 ബ്ലോക്കുകളിൽ തീ പടർന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. 32 നില കെട്ടിടം, അതിൽ 7 ബ്ലോക്കുകളിൽ തീ പടർന്നു എന്നാണ് പ്രാഥമികമായ വിവരം. 8 ടവറുകളിലായി ഏതാണ്ട് 2000-ലധികം ആളുകൾ താമസിക്കുന്ന
ഈ കെട്ടിട സമുച്ചയത്തിൽ ഇപ്പോൾ 300ഓളം പേരെ കാണാനില്ല എന്നതാണ് വിവരം. ഇതൊക്കെ പ്രാഥമികമായ വിവരങ്ങളാണ്. ഇനിയും എത്രയോ പേർ അതിനുള്ളിൽ കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യത ആണ് കാണേണ്ടത്. 44 പേരുടെ മരണമാണിപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. പക്ഷേ മുകളിലത്തെ നിലകളിലേക്ക് ചെല്ലും തോറും രക്ഷാപ്രവർത്തനം അത്യന്തം ദുഷ്കരമാവുകയാണ്. മുകളിലത്തെ നിലകളിലാണ് കാര്യമായി തീ പടർന്നു പിടിച്ചിട്ടുള്ളത്. അങ്ങോട്ടേക്ക് രക്ഷാപ്രവർത്തനം അത്യന്തം ദുഷ്കരമാണ്. ഇന്നത്തെ ഒരു ദിവസം മുഴുവൻ കിട്ടിയാലേ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയൂ എന്നാണ് ഹോങ്കോങ് സർക്കാർ പറയുന്നത്. പക്ഷേ അപ്പോഴത്തേക്ക് ഇനി ആരൊക്കെ എന്തൊക്കെ ബാക്കി ഉണ്ടാകും എന്നതാണ് ഏറ്റവും വിഷമിപ്പിക്കുന്ന കാര്യം. ഹോങ്കോങ്ങിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തീപിടുത്തങ്ങളിലൊന്ന്. 30 വർഷത്തിനിടയിൽ ഹോങ്കോങ്ങിലെ ഏറ്റവും വലിയ തീപിടുത്തം 96 നവംബറിൽ നേരത്തെ ഒരു വാണിജ്യ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ അന്ന് 41 പേർ മരിച്ചിരുന്നു. അതിന് ശേഷം ഹോങ്കോങ് കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ് ഇത്. പ്രിയപ്പെട്ടവർ ആ കെട്ടിടത്തിനകത്ത് കുടുങ്ങിക്കിടക്കുന്നു എന്ന ആധിയോടെ പുറത്തു നിൽക്കുന്ന മനുഷ്യന്മാരെയൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഹോങ്കോങ്ങിലുള്ളത്. 100ഓളം പേരെ കാണാനില്ല. ഇവരിൽ എത്ര പേരെ ഇനി രക്ഷിച്ച് പുറത്തേക്ക് എത്തിക്കാൻ കഴിയും എന്നതാണ് ഏറ്റവും ആശങ്കാജനകമായ കാര്യം. അന്താരാഷ്ട്ര തലത്തിൽ മറ്റൊരു ആശങ്കപ്പെടുത്തുന്ന വാർത്തയോടെയാണ് ഇന്നത്തെ ദിവസം പുലരുന്നത്. അമേരിക്കയിൽ വൈറ്റ് ഹൗസിന് സമീപമുണ്ടായ വെടിവെപ്പിൽ നാഷണൽ ഗാർഡ്സിലെ 2 സൈനികർക്ക് ഗുരുതരമായ പരിക്ക്. അഫ്ഗാൻ പൗരനെന്ന് തിരിച്ചറിഞ്ഞ അക്രമിയെ പരിക്കുകളോടെയാണ് പിടികൂടിയത്. സംഭവത്തിൽ ഞെട്ടൽ രേഖപ്പെടുത്തിയ ഡൊണാൾഡ് ട്രംപ് അക്രമി കനത്ത ശിക്ഷ നേരിടുമെന്ന് അറിയിച്ചു. അഭിലാഷ് രാധാകൃഷ്ണൻ വിവരങ്ങളുമായി. അഭിലാഷ്, അമേരിക്കയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട, അമേരിക്കയുടെ ഹൃദയം എന്ന് പറയാവുന്ന മേഖലയാണ് വൈറ്റ് ഹൗസ്. അവിടെ അത്യന്തം സുരക്ഷയുള്ള ആ മേഖലയിൽ എങ്ങനെയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ ഒരു വെടിവെപ്പ് ഉണ്ടായത് എന്നതാണ് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം. എന്താണ് ഈ ആക്രമണത്തെക്കുറിച്ച് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ? കഴിഞ്ഞ മണിക്കൂറുകളിലാണ് ഇത്തരത്തിൽ വൈറ്റ് ഹൗസിന് സമീപമുള്ള ഈ പ്രദേശത്ത്, വാഷിംഗ്ടണിൻ്റെ ഈ പ്രദേശത്ത് 2 നാഷണൽ ഗാർഡ് സെക്യൂരിറ്റിമാർ നിൽക്കുമ്പോൾ അവിടെ ഒരാൾ നടന്നു കയറുകയും അയാൾ പെട്ടെന്ന് അയാളുടെ അരയിലിരുന്ന് തോക്കെടുത്ത് വെടിയുതിർക്കുകയുമായിരുന്നു. അതിൽ ഒരു നാഷണൽ ഗാർഡ് സെക്യൂരിറ്റി അപ്പോൾ തന്നെ വെടിയേറ്റ് വീഴുമ്പോൾ തൊട്ടടുത്തുണ്ടായിരുന്ന സെക്യൂരിറ്റി ഗാർഡ് തിരിച്ച് വെടിവെക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിനും വെടിയേൽക്കുകയായിരുന്നു. എന്നാൽ അക്രമിക്ക് സാരമായ പരിക്കുകളോടെ തന്നെയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഈ 2 പേരും, അതായത് ഈ വെടിയേറ്റ് വീണ 2 നാഷണൽ സെക്യൂരിറ്റി ഗാർഡും ആദ്യം കൊല്ലപ്പെട്ടെന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നത്. അങ്ങനെ ഒരു സ്ഥിരീകരണമാണ് വന്നത്. പിന്നീട് മിനിറ്റുകൾക്കകം അവർക്ക് ജീവൻ ബാക്കിയുണ്ടെന്നും അവരെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് മാറ്റുകയാണെന്നുമുള്ള ഒരു തരത്തിൽ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത പുറത്തു വന്നു. അങ്ങനെ ഇപ്പോൾ 2 ഉദ്യോഗസ്ഥരും ഇപ്പോൾ അതീവ സുരക്ഷയിലാണ്. അതീവ ഗുരുതരമായ സാഹചര്യത്തിൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. അതുപോലെ തന്നെ ഈ അക്രമി ആയിട്ടുള്ള ഇയാളെയും വെടിയേറ്റ നിലയിൽ കയ്യിൽ വെടിയേറ്റാണ് പിടികൂടുന്നത്. അയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇയാൾ അഫ്ഗാൻ സ്വദേശിയാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇത് അമേരിക്കയെ സംബന്ധിച്ച് നാണം കെടുത്തുന്ന, അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. കാരണം ലോകത്തെ തന്നെ ഏറ്റവും വലിയ സുരക്ഷയുള്ള ഒരു സ്ഥലമാണ് വാഷിംഗ്ടൺ എന്ന് പറയുന്നത്, വൈറ്റ് ഹൗസിന് സമീപം എന്ന് പറയുന്നത്. അവിടെ വന്ന് അവിടുത്തെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരെ, ആയുധധാരികളായ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരെ വെടിവെച്ച് വീഴ്ത്താൻ കഴിയുന്ന ഒരു യുവാവ് വന്നിട്ട് ഇത് ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ പിന്നിലുള്ള കാര്യമെന്നുള്ളതാണ് ഇപ്പോൾ അമേരിക്ക അന്വേഷിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ജോ ബൈഡനും മറ്റ് എല്ലാ ആളുകളും, അവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ ആളുകളും, മാർക്കോ റൂബിയോ അടക്കമുള്ള ആളുകൾ ഞെട്ടൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കൃത്യമായ അന്വേഷണം നടക്കുമെന്ന് പറയുന്നു. ഈ ഒരു സംഭവത്തിൽ അമേരിക്കയ്ക്കുണ്ടാക്കിയ ഈ ഒരു ഞെട്ടലും നാണക്കേടിൻ്റെയും വ്യാപ്തി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു സംഭവം അന്വേഷിക്കുന്നത് ആരൊക്കെയാണ്, ഏതൊക്കെ ഏജൻസിയാണെന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. ഇത് പ്രധാനമായും FBI അന്വേഷിക്കുന്നുണ്ട്. അതുപോലെ ഹോംലാൻഡ് സെക്യൂരിറ്റി, സീക്രട്ട് സർവീസസ്, ATF, DEA, അങ്ങനെ പ്രധാനപ്പെട്ട അമേരിക്കയിലെ എല്ലാ അന്വേഷണ ഏജൻസികളും, FBI അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ ഒരു വെടിവെപ്പിനെ കുറിച്ച് അന്വേഷിക്കണമെങ്കിൽ ആ സംഭവത്തിൻ്റെ തീവ്രത എത്രത്തോളമായിരിക്കും, അമേരിക്കയെ സംബന്ധിച്ച് അവരെ എത്രത്തോളം ഈ ഒരു വെടിവെപ്പ് പിടിച്ചു കുലുക്കിയിട്ടുണ്ടാകും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം അമേരിക്കയുടെ ഏറ്റവും വലിയ അന്വേഷണ ഏജൻസിയാണ് FBI. അവർ പോലും ഈ ഒരു അന്വേഷണത്തിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തോ കാര്യമായിട്ടുള്ള സംഭവമുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അത്തരത്തിൽ ഒരു സംഭവമാണ് ഇന്നിപ്പോൾ മണിക്കൂറുകളിൽ അമേരിക്കയിൽ നടന്നിരിക്കുന്നത്.
വൈറ്റ് ഹൗസിന് സമീപം ഒരാൾ എത്തി അവിടുത്തെ ഹോംലാൻഡ് സെക്യൂരിറ്റി നാഷണൽ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരെ വെടിവെക്കുന്നു. അവർ രണ്ടുപേർക്കും ഗുരുതരമായി പരിക്കേൽക്കുന്നു. മാത്രമല്ല ഈ ഒരു സംഭവത്തിൻ്റെ വെളിച്ചത്തിൽ അവിടുത്തെ റീഗൻ വാഷിംഗ്ടൺ എയർപോർട്ടിൽ ഇന്ന് കുറച്ചു നേരമെങ്കിലും വിമാനങ്ങളൊന്നും ഇറങ്ങാൻ സമ്മതിച്ചിരുന്നില്ല. മാത്രമല്ല വൈറ്റ് ഹൗസിൻ്റെ പ്രദേശത്ത് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. നാഷണൽ സെക്യൂരിറ്റി ഗാർഡിലെ 500 സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരെ കൂടി ആ സ്ഥലത്ത് പ്രദേശത്ത് വിന്യസിച്ചിരിക്കുകയാണ്. അങ്ങനെ വൈറ്റ് ഹൗസിനെ സംബന്ധിച്ച് വാഷിംഗ്ടണിനെ സംബന്ധിച്ച് സുരക്ഷാ സംവിധാനങ്ങൾ 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അന്വേഷണത്തിന് അമേരിക്ക മുതിരുന്നു. ഇതിന് പിന്നിൽ ആരാണെങ്കിലും അയാളെ വെറുതെ വിടില്ല എന്നും ഈ അക്രമിക്ക് വലിയ തരത്തിലുള്ള ഒരു ശിക്ഷ തന്നെ നൽകുമെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നു. ഗോഡ് ബി വിത്ത് നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്, അതായത് ഈ പരിക്കേറ്റവർക്ക് ഒപ്പം ദൈവമുണ്ടാകും, അമേരിക്ക ഉണ്ടാകും, അതിന് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കും, ഇതിൽ കുറ്റക്കാരായിട്ടുള്ള ആരെയും വെറുതെ വിടില്ല എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ചിരിക്കുന്നു. മാത്രമല്ല ജോ ബൈഡനും ബറാക് ഒബാമയും മാർക്കോ റൂബിയോയും അടക്കമുള്ള എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും വിവിധ രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുമെല്ലാം ഈ ഒരു സംഭവത്തെ അപലപിച്ച് രംഗത്തെത്തിയിരിക്കുന്നു. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ വെറുതെ വിടരുതെന്നുള്ളതാണ് അമേരിക്കയുടെ പ്രധാനപ്പെട്ട ആവശ്യമായി ഉയരുന്നത്. അമേരിക്കയിലെ ആളുകൾ, അവിടുത്തെ സാധാരണ ജനങ്ങളടക്കം ട്വിറ്ററിൽ, എക്സിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഇത് അഫ്ഗാൻ സ്വദേശി ആയതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇമിഗ്രൻസിന്, അതായത് മറ്റു രാജ്യങ്ങളിൽ നിന്ന് അവിടേക്ക് എത്തുന്ന ആളുകൾക്കെതിരെ ഒരു പ്രതിഷേധം വരുന്ന മണിക്കൂറുകളിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം അവിടെ വലതുപക്ഷത്തെ ആളുകൾ നിലവിൽ തന്നെ വലിയ രീതിയിലുള്ള ഇമിഗ്രൻസിനെ അവിടെ അലോ ചെയ്യുന്നതിനുള്ള പ്രതിഷേധങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ ചില ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. അത് പ്രത്യേകിച്ച് ഒരു അഫ്ഗാൻ സ്വദേശിയാകുമ്പോൾ മുസ്ലിങ്ങൾക്കെതിരെ വരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഒരു പക്ഷേ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി അവിടെ കാണുന്നുണ്ട്. അത്തരത്തിൽ ഇതൊരു വെടിവെപ്പ് അത് മറ്റ് തലങ്ങളിലേക്ക് വരെ വ്യാപിക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. മാത്രമല്ല പോയ മണിക്കൂറുകളിൽ മാർക്കോ റൂബിയോ മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത് ഫ്രാൻസും കാനഡയും ഒക്കെ ഇത്തരത്തിൽ ഇമിഗ്രൻസിനെ വിളിച്ചു കയറ്റുന്നത് കാര്യത്തിൽ ജാഗ്രത പാലിക്കണം, അവർ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള ഇമിഗ്രൻസിനെ വിളിച്ചു വരുത്തുമ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് കൃത്യമായി പരിശോധിക്കണമെന്ന അടക്കമുള്ള നിർദ്ദേശങ്ങൾ മാർക്കോ റൂബിയോ വയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് ഇത് പറയുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ അമേരിക്കയിലൊരു സംഭവം, അമേരിക്കയിലെ വൈറ്റ് ഹൗസിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാവുന്നത്. 2 സൈനികർക്ക് പരിക്കേറ്റു. എന്തിനാണ് ഈ അക്രമി ഇത് ചെയ്തത് എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഈ അക്രമിക്ക് പിന്നിൽ ആരാണ്, ഇതിൽ അഫ്ഗാനിസ്ഥാനിലെ താലിബാനുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും പങ്കുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ കൃത്യമായ അന്വേഷണം നടക്കും. ഈ യുവാവിനെ സ്പോൺസർ ചെയ്യുന്നത് ആരാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വലിയ വാർത്തകൾ നമുക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീജ. ശരി, അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ഇടവേളയിലേക്ക് പോകും മുമ്പ് ഒരു രസകരമായ വാർത്ത അമേരിക്കയിൽ നിന്ന് തന്നെയാണ്. നമ്മൾ ഈ എയർപോർട്ട് ലുക്ക് എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ കാണാം. എയർപോർട്ടിൽ ഏറ്റവും കാഷ്വലായി വസ്ത്രം ധരിച്ച് വരുന്ന സെലിബ്രിറ്റികളുടെ എയർപോർട്ട് ലുക്കൊക്കെ എപ്പോഴും സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ അമേരിക്കയിലെ ട്രാൻസ്പോർട്ട് വകുപ്പ് സെക്രട്ടറി ഒരു നിർദ്ദേശം മാത്രമാണ് വെച്ചിരിക്കുകയാണ്. നിങ്ങൾ കഴിയുന്നതും പൈജാമയും സ്ലിപ്പറും ഒക്കെ ധരിച്ച് എയർപോർട്ടിൽ വരുന്നത് ഒഴിവാക്കണം. അവിടെ ഡ്രസ്സിങ്ങിൽ നിന്ന് തുടങ്ങട്ടെ ഏറ്റവും ആദ്യം നല്ല പെരുമാറ്റം. കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി 300%-ലേറെയാണ് ഈ വിമാനങ്ങൾക്കകത്ത് വെച്ച് ക്യാബിൻ ക്രൂവുമായി ഉണ്ടാകുന്ന തർക്കമൊക്കെ. അപ്പോൾ ഹോളിഡേ സീസണൊക്കെ വരുന്നതിന് മുമ്പ് നന്നായി പെരുമാറാൻ പഠിക്കാം. അതിനാദ്യപടിയായി നമുക്ക് നന്നായി ഡ്രസ്സ് ചെയ്ത് തുടങ്ങാം. പൈജാമയും സ്ലിപ്പേഴ്സും ഒക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ അതാണ് നല്ലത് എന്നൊരു നിർദ്ദേശം പുറത്തേക്ക് വിട്ടിരിക്കുകയാണ്. കാണാം ആരൊക്കെ ആ ലുക്ക് മാറ്റുമെന്ന്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക് വരാം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ
നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും വലിയ ആഘോഷം എന്താണെന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ല, അത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. ആ കാഴ്ചകളിലേക്ക് പോകാം. തീ പിടിച്ച ആരോപണ പ്രത്യാരോപണങ്ങളുടെ സമയമാണല്ലോ. CPM-ഉം കോൺഗ്രസും രാഷ്ട്രീയ ഇരട്ടകളാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. പാർലമെന്റിൽ ഭരണഘടന ഉയർത്തിക്കാട്ടുന്നവർ കേരളത്തിൽ ഭരണഘടനയ്ക്കെതിരായ നിലപാട് സ്വീകരിക്കുന്ന വെൽഫെയർ പാർട്ടിയുടെയും SDPIയുടെയും പിന്തുണ സ്വീകരിക്കുകയാണ്. വിഷവും വിഭജനവും കൊണ്ടുവരുന്നവരാണ് ഇരുകൂട്ടരും. ഭീകരവാദത്തെ എതിർക്കുന്നതുകൊണ്ടാണ് SDPI BJPയെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ന്യൂസ് 18നോട് പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് പറയുന്നത് BJP ഒഴിവാക്കാൻ വേണ്ടി ജില്ലയിലും കോർപ്പറേഷനിലും CPM-നെ പിന്തുണയ്ക്കും. കാരണം കോൺഗ്രസ് വോട്ട് ചെയ്തതിനേക്കാൾ കൂടുതലും BJP ഒഴിവാക്കാൻ CPM ആണ്. നോക്കൂ, ഇത് ഞാൻ നിലമ്പൂർ ബൈ ഇലക്ഷനിൽ കണ്ടു, അവിടെ പറഞ്ഞ കാര്യമാണ്. ഈ CPM-ഉം കോൺഗ്രസും പാർലമെന്റ് പോകുമ്പോൾ ഭരണഘടനയും കയ്യിൽ വീശി കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് അണ്ടർ ത്രെറ്റ്, കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടർ ത്രെറ്റ് എന്ന് പറഞ്ഞ് നടക്കുന്ന രണ്ട് പാർട്ടിയാണ്. എന്നിട്ട് ഇവിടെ രാഷ്ട്രീയം ചെയ്യുമ്പോൾ വെൽഫെയർ പാർട്ടിയും SDPIയും ജമാഅത്തെ ഇസ്ലാമിന്റെ പിന്തുണയോട് അവർ രാഷ്ട്രീയം ചെയ്യുന്നു. ഈ ഭരണഘടനയുടെ എതിരെ ആരാണ് സംസാരിക്കുന്നത്? എല്ലാ ദിവസവും ആരാണ് പ്രവർത്തിക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമി SDPIയും അവരല്ലേ ഇത് നമ്മളെ സമുദായത്തിൽ വിഷവും വിഭജനം കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതാണ് ഇവരുടെ എത്തത്താപ്പ്. ഞാൻ പറഞ്ഞത് ഇന്നും പറയുന്നു, കൃത്യമായി പറയുന്നു, കോൺഗ്രസിലും CPM-ലും ഒരു വ്യത്യാസമില്ല. ഇവർ ശരിക്കും രാഷ്ട്രീയ ഇരട്ടകളാണ്. ഇവർ രണ്ടുപേരും പീഡന രാഷ്ട്രീയവും ചെയ്യും, അഴിമതിയും ചെയ്യും, കുടുംബ രാഷ്ട്രീയവും ചെയ്യും. ഇവർക്ക് ഈ രണ്ട് പാർട്ടിയിൽ ഒരു വ്യത്യാസമില്ല. പണ്ട് കാലത്ത് കോൺഗ്രസ് ആയിരുന്നു പീഡന രാഷ്ട്രീയം ചെയ്യുന്ന പാർട്ടി, CPM ആയിരുന്നു ക്ലാസ് വിഭജിക്കുന്ന, ക്ലാസ് വാർ ചെയ്യുന്ന പാർട്ടി. ഇന്ന് രണ്ടുപേരും പീഡന രാഷ്ട്രീയം ചെയ്യുന്നു, ജമാഅത്തും SDPIന്റെ പിന്തുണയെടുത്ത് രാഷ്ട്രീയം ചെയ്യുന്നു. ഇതാണ് സ്ഥിതി. ഇതിനല്ലേ ജനങ്ങൾ പറയുന്നത് മാറ്റണമെന്ന്. ഇതിന് മാറ്റാനും ഇതിനെ എതിർക്കാനാണ് BJP ഇന്ത്യയെ മുമ്പോട്ട് വന്നത്. BJPയെ എതിർക്കാൻ വേണ്ടി പിന്തുണ നൽകുക എന്ന് പറഞ്ഞ് BJP ഒരു അംഗീകാരമായി എടുക്കുന്നു. കാരണം BJPയെ തോൽപ്പിക്കാൻ അവർ CPM-മായി അതല്ല ഞാൻ പറഞ്ഞത്. അത് BJP എന്തുകൊണ്ട് BJPനെ തോൽപ്പിക്കണം? കാരണം BJP ടെററിസമിന്റെ എതിരെ, BJP കോൺസ്റ്റിറ്റ്യൂഷന്റെ എതിരെ പ്രവർത്തിക്കുന്നവരെതിരെ ശക്തമായി നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. BJPനെ എന്തിനാണ് SDPI എതിർക്കുന്നത്? BJPനെ എതിർക്കുന്നത് കാരണം പഹൽഗാമിൽ നടക്കുമ്പോൾ ഞങ്ങളാണ് അതിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഞങ്ങൾ മുംബൈ ടെറർ അറ്റാക്കിനെ കുറിച്ച് പറയുമ്പോൾ SDPI അല്ല അത് ന്യായീകരിക്കാൻ വരുന്നത്. അപ്പോൾ നോക്കൂ, ഇതില് ഐഡിയോളജിക്കലി ഞങ്ങൾ ചെയ്യുന്നത് ഇന്ത്യ ഫസ്റ്റ് ആണ്, ഇവർ ചെയ്യുന്നത് പോളിറ്റിക്സ് ഫസ്റ്റ് ആണ്. ഞങ്ങൾ ഇന്ത്യ ഫസ്റ്റിന് വേണ്ടി അതിനെ എതിർക്കുന്ന ആരാണെങ്കിലും ഞങ്ങൾ നന്നായിട്ട് ഒപ്പോസ് ചെയ്യും. നാടെമ്പാടും തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണ ബഹളങ്ങൾ നിറയുമ്പോൾ അതൊന്നും ബാധിക്കാത്ത ഒരു പ്രദേശമുണ്ട്. തിരുവനന്തപുരം പൊഴിയൂരിനടുത്ത് കുളത്തൂർ ഗ്രാമപഞ്ചായത്തിലെ 5 വാർഡുകളിൽ ഒരു പോസ്റ്ററോ ചുമരെഴുത്തോ പോലുമില്ല. തെരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയ വൈരം ഒരു ജീവൻ എടുത്തതോടെയാണ് ആ നാട്ടുകാർ ഇങ്ങനെയൊരു വലിയ തീരുമാനമെടുത്തത്. തിരുവനന്തപുരത്തെ പൊഴിയൂർ പാലക്കടവ് ജംഗ്ഷനാണത്. ഇവിടെ ഈ ജംഗ്ഷനിൽ ഒന്നിലധികം വാർഡുകൾ, അതായത് കൊല്ലങ്കോട് വാർഡിലെ, അതുപോലെ തൊട്ടടുത്ത് തന്നെ പൊഴിക്കര ബീച്ച് വാർഡ്, പൊയ്പള്ളി വിളാകം വാർഡ്, അങ്ങനെ പരുത്തിയൂർ വാർഡ്, അങ്ങനെ പല വാർഡുകളിലെ സ്ഥാനാർത്ഥികളുടെ, വിവിധ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളുടെ ഫ്ലക്സ് ബോർഡുകൾ ഒരുമിച്ച് വച്ചിരിക്കുന്നു. ഇത് ഈ പ്രദേശത്ത് ഉള്ളതല്ല, ഇതിനപ്പുറത്തേക്ക് ഇവിടെ ഒരു പാലമുണ്ട്, പരുത്തിയൂർ പാലം. പാലത്തിന് അപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പ് സമയത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചരണങ്ങൾ നിരോധിച്ചിരിക്കുകയാണ്. ഒരു ദിവസം മാത്രമാണ്, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രചരണത്തിന് ഒരു ദിവസം മാത്രം നൽകും. അതിനപ്പുറത്തേക്ക് ഉള്ള ദിവസങ്ങളിൽ നിശബ്ദ പ്രചരണം, അതായത് വീടുകൾ കയറി ഇറങ്ങിയുള്ള പ്രചരണം, ഈ ഫ്ലക്സ് ബോർഡുകളും അതുപോലെ തന്നെ ചുവരെഴുത്തും പോസ്റ്ററുകളും അനൗൺസ്മെന്റും ഒന്നും ഈ പാലത്തിനപ്പുറത്ത്, നമ്മൾ ഈ കാണുന്ന ഈ പാലത്തിനപ്പുറത്തേക്ക്, പരുത്തിയൂർ പാലത്തിനപ്പുറത്തേക്ക് അനുവദിച്ചിട്ടില്ല. അതിനൊരു കാരണമുണ്ട്, അതിനൊരു കഥയുണ്ട്. ഈ നാടിനുണ്ടായ വലിയൊരു പ്രശ്നങ്ങളുടെ ബാക്കി പത്രമാണ് അങ്ങനെ പ്രചരണങ്ങൾ നിരോധിക്കാനുള്ള, തെരഞ്ഞെടുപ്പ് പ്രചരണം അവിടെ നിരോധിക്കാനുള്ള കാരണം. ഈ തീരപ്രദേശമാണ്. അപ്പൊ തീരപ്രദേശമാകുമ്പോൾ സംഘർഷത്തിന് സാധ്യത കൂടുതലാണ്. ഈ പോസ്റ്റർ, കൊടികെട്ടല്, ഇങ്ങനെയുള്ള ഈ ചുവരെഴുത്ത് ഇത് വരുമ്പോൾ അതിൻ്റെ അകത്ത് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അങ്ങനെ പ്രശ്നം ഉണ്ടാകിയ രാഷ്ട്രീയമായ രീതിയിൽ തന്നെ പല വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോൾ പള്ളിക്കാർ ഇടപെട്ട് ഇനി ഇവിടെ പോസ്റ്റർ, ചുവരെഴുത്ത്, മറ്റ്
പ്രചരണങ്ങളൊന്നും പാടില്ല എന്നുള്ള ഒരു തീരുമാനമെടുത്തു. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും അംഗീകരിച്ചതോടുകൂടി ഇപ്പം 30 വർഷം കൊണ്ട് ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചരണം ഇല്ല. പിന്നെ വീടുകളിൽ പോയി വോട്ട് അഭ്യർത്ഥിക്കുക, അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഇവിടെ പോകുന്നത്. ഹർത്താലും ഇവിടെ പൂർണ്ണമായിട്ടും ഒരു ഇതില്ല, ഹർത്താലിനോട് യോജിക്കുന്നില്ല. ഈ പാലത്തിന് അപ്പുറത്തേക്കാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നിരോധനമുള്ളത്. കുളത്തൂർ ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട 5 വാർഡുകളിലാണ് പ്രചരണ നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. പള്ളി കമ്മിറ്റികൾ ചേർന്നാണ് അന്ന് 25 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു അനിഷ്ട സംഭവത്തിന്റെ പേരിൽ ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ഇനി ഇവിടെ വേണ്ട എന്ന് തീരുമാനമെടുത്തത്. ആ തീരുമാനം അക്ഷരം പ്രതി പാലിക്കുകയാണ് ഈ ഒരു ഏതാണ്ട് 1/4 നൂറ്റാണ്ടിനിപ്പുറവും ഈ നാട്ടിലെ ജനങ്ങൾ. 25 വർഷം മുമ്പ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുണ്ടായ തർക്കങ്ങൾ, സംഘർഷം, അതിലൊരു മരണമുണ്ടാകുന്നു. അതിനുശേഷമാണ് പരുത്തിയൂർ ഇടവകയിൽ നാട്ടുകാർ യോഗം ചേർന്ന് ഇടവകയ്ക്ക് കീഴിലെ പരുത്തിയൂർ, പൊഴിക്കര, ബീച്ച്, മുല്ലശ്ശേരി വാർഡുകളിൽ നിയന്ത്രണം കൊണ്ടുവന്നത്, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നിയന്ത്രണം കൊണ്ടുവന്നത്. അതിനുശേഷം 15 വർഷങ്ങൾക്ക് ശേഷം കുറച്ച് ഭാഗത്തോട് തെക്കേ കൊല്ലങ്കോട് ഇടവകയ്ക്ക് കീഴിൽ വരുന്ന കൊല്ലങ്കോട്, പൊയ്പള്ളി വിളാകം വാർഡുകളും ഈ മാതൃക പിന്തുടരുകയായിരുന്നു. അങ്ങനെ 5 വാർഡുകളിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നിയന്ത്രണമുണ്ട്, നിരോധനമുണ്ട്. അത് രാഷ്ട്രീയ പാർട്ടികളും അക്ഷരം പ്രതി അനുസരിക്കുകയാണ്. അവർക്കും മറ്റ് തടസ്സങ്ങളോ പരാതികളോ ഒന്നുമില്ല. 2 പള്ളിയും കൂടി ഒരുമിച്ചെടുത്തൊരു തീരുമാനമാണ്. ആ തീരുമാനത്തോട് എല്ലാ രാഷ്ട്രീയക്കാരും, നമ്മുടെ ഇപ്പോഴത്തെ മെമ്പർമാർ പോലും, അവരെല്ലാവരും പൂർണ്ണമായ സഹകരണം നൽകുകയാണ് ചെയ്തത്. അതിന്റെ ഒരു ഫലം നമുക്കിപ്പോൾ കാണുവാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇവിടെ യാതൊരുവിധ പ്രചരണമോ ജാഥയോ പോസ്റ്ററുകളോ ഒന്നും തന്നെയില്ല. പക്ഷെ എല്ലാവർക്കും അറിയാം ഇവിടെ ആരൊക്കെയാണ് മത്സരിക്കുന്നത്. പിന്നെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മത്സരിക്കുന്ന മത്സരാർത്ഥികൾ ഇവിടെയൊക്കെ തന്നെയാണ് താമസിക്കുന്നത്, ഇവിടെയുള്ളവരൊക്കെ തന്നെയാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും അറിയാം. വോട്ട് പിടുന്ന ഓരോ വീട് തോറും കയറി ഇറങ്ങി അഭ്യർത്ഥനയും കൊണ്ട് കൊടുത്ത് വോട്ട് പിടിക്കും. അങ്ങനെ മനസ്സിരിക്കും. അങ്ങനെ മനസ്സിരിക്കും, തീർച്ചയായിട്ടും ഇരിക്കും. മനസ്സിലായി, ജനങ്ങളല്ലേ, ജനങ്ങൾ വിധി എഴുതും, കോൺഗ്രസ് അധികാരത്തിൽ വരും. അപ്പോൾ അതുകൊണ്ട് ഈ മറ്റുള്ളിടങ്ങളിലെ പോലെ അപ്പൊ അതിന്റെ ആവശ്യമില്ല. യഥാർത്ഥത്തിലേക്ക് ഇങ്ങനെ ആളുകളെ കണ്ടു പറഞ്ഞാൽ മതിയല്ലേ, അല്ലാതെ ഈ ഫ്ലക്സിന്റെ ബാനറിനൊന്നും ആവശ്യമില്ലെന്ന് തോന്നുന്നല്ലേ. അതെ, സാധാരണ പരിസരക്കാരും വീട് തോറും കയറി ഇറങ്ങി അവരെ മനസ്സിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി സർക്കാർ ചെയ്യുന്ന വിമുക്ത ഇതിനെതിരെ പറയുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. അതായിരിക്കും ഇവിടെ നമ്മുടെ ഈ തീരദേശത്ത് ഉദ്ദേശിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണം മാത്രമല്ല, ഹർത്താലിന്റെ ഭാഗമായുള്ള സമരങ്ങളും അക്രമങ്ങളും ഒന്നും ഈ പാലത്തിനപ്പുറത്തേക്ക് പോകാൻ നാട്ടുകാർ അനുവദിക്കാറില്ല. അവർ ഒറ്റക്കെട്ടായി അതിനെ ചെറുക്കും. പൊഴിയൂരിൽ നിന്നും ക്യാമറമാൻ സന്തോഷിനൊപ്പം വി അരുൺ, ന്യൂസ് 18. കോഴിക്കോട് കോർപ്പറേഷനിലെ പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിൽ ഒന്നാണ് പാളയത്തെ പച്ചക്കറി മാർക്കറ്റ്. പുതിയ മാർക്കറ്റ് നിർമ്മാണം ഭരണ നേട്ടമായി LDF ഉയർത്തി കാണിക്കുമ്പോൾ കോർപ്പറേറ്റുകൾക്ക് നഗരത്തെ തീരെഴുതി നൽകിയെന്നാണ് UDFന്റെ ആരോപണം. വിഷയത്തിൽ പാളയം പുതിയ മാർക്കറ്റിൽ നിന്നും പഴയ മാർക്കറ്റിൽ നിന്നുള്ള പ്രതികരണങ്ങൾ നമുക്ക് കാണാം. തെരഞ്ഞെടുപ്പ് ആവേശം ഉച്ചസ്ഥായിലേക്ക് നീങ്ങുമ്പോൾ കോഴിക്കോട് നഗരത്തിലെ പാളയം മാർക്കറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. വലിയ സമര പരമ്പരകൾക്ക് വേദിയായ ഒരിടം കൂടിയാണ് പാളയം മാർക്കറ്റ്. കാരണം പാളയം പഴയ മാർക്കറ്റ് പുതിയ മാർക്കറ്റിലേക്ക് മാറ്റുകയും അതിന്റെ ഉദ്ഘാടനം നടക്കുകയും ചെയ്തിരുന്നു. നമുക്കൊപ്പം പാളയം മാർക്കറ്റിലെ കച്ചവടക്കാരോട് തന്നെ ചോദിക്കാം. തെരഞ്ഞെടുപ്പിന്റെ ആവേശമൊക്കെ എങ്ങനെയായി? തെരഞ്ഞെടുപ്പിൽ നമ്മൾ കോർപ്പറേഷന്റെ ആൾക്കാരൊക്കെ എണീച്ച് വായിപ്പിക്കാൻ നിൽക്കുകയാണ്. പിന്നെ നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കില്ല. അവരെ പൊട്ടിക്കാനുള്ള ആഗ്രഹത്തിലാണ് നിൽക്കുന്നത്. അടുത്ത വർഷത്തിലെ ഇങ്ങോട്ട് വോട്ട് ചോദിച്ചു വന്നോ? വോട്ട് ചോദിച്ചു വന്നാൽ അവർക്ക് വോട്ട് കൊടുക്കുന്ന അഭിപ്രായം തന്നെ ഇന്ത്യയിലില്ല. LDFന് വോട്ട് കൊടുക്കുന്ന പ്രശ്നമില്ല. കാര്യം എന്താ? ഇവിടുന്ന് പച്ചക്കറി മാർക്കറ്റ് ഇവിടുന്ന് എടുത്തെറിയപ്പെടുന്നു. നേരത്തെ പോലെ ആർക്കോട്ട് ചെയ്തിരുന്ന ആളാണ്. CPMന് വോട്ട് ചെയ്ത ആളാ. ഇപ്പൊ CPMന് വോട്ട് ചെയ്ത ഇപ്പൊ UDFന് വോട്ട് ചെയ്യാൻ പോണ്. എന്തുകൊണ്ടാണ് കാരണം? ഇവിടെ പച്ചക്കറി മാർക്കറ്റ് ഇവിടുന്ന് കല്ലത്തങ്കടവിലേക്ക് മാറ്റുന്നത് അതിനെ കൊണ്ടാണ്. ഒറ്റ കാരണം കൊണ്ടാണ്. എങ്ങനെയാണ് നിങ്ങളൊക്കെ ഇവിടെ ഉള്ളവരാ? എങ്ങനെയാണ് ഇത്തവണ ഇലക്ഷന്റെ ആവേശമൊക്കെ എവിടെ വരെ? ഇലക്ഷന് ആർക്കൊരു ഇതില്ല, ഒരു ഉത്സാറില്ല ഇലക്ഷൻ വോട്ട് ചെയ്യാൻ. മാർക്കറ്റിൽ വന്ന് പോവല്ലേ, അതാണ്. മാർക്കറ്റ് പോകുന്നതിന്റെ ഒരു വിഷമമാണ് നിങ്ങൾക്ക്? അതുണ്ടാവല്ല, എല്ലാവർക്കും വിഷമമുണ്ടല്ലോ. അത് വോട്ടിൽ പ്രതിഫലിക്കുമോ? ഇന്നെക്കാട്ടി ചെറുപ്പമുള്ള ആൾക്കാർ ഇവിടെ കഴിയുന്നുണ്ട്. അതുപോലെ എത്ര കാലമായി ഇവിടെ. അതിൽ നമ്മൾ ഇതാ പോകുന്നത്, ചോറാണ് പോകുന്നത്. അപ്പൊ ഇത്തവണ വോട്ട് ചെയ്യുമ്പോൾ അതോടെ നോക്കിയാണോ വോട്ട് ചെയ്യുക? അത് പറയാൻ പറ്റില്ല നമുക്ക്. അത് നമുക്ക് അവിടെ എത്തിയിട്ട് നമുക്ക് ആലോചിക്കാം ബൂത്തിൽ. ഈ മാർക്കറ്റ് മാറ്റുന്നതുകൊണ്ട് തിരിച്ചു വോട്ട് ചെയ്യണമെന്നൊന്നുമില്ല, അങ്ങനെയാണോ? അങ്ങനെ ഞാൻ ഇപ്പൊ പറയണില്ല. എന്താ പറയാ, നമ്മളിപ്പോ അവിടെ പോയാൽ അറിയാം നമുക്ക് അതിന്റെ. നിങ്ങളൊക്കെ വർഷങ്ങളായിട്ട് ഇവിടെ സാധനങ്ങൾ വാങ്ങുന്നവരായിരിക്കും അല്ലേ? ഞാൻ വളരെ വർഷങ്ങളായിട്ട് സാധനം വാങ്ങുന്ന ആളാണ്.
ഇവിടെ പാളിത്തിലായതുമ്പോൾ എളുപ്പത്തിൽ വന്നു പോകാം, മറ്റേടത്ത് അങ്ങനെ വന്ന് കഴിയില്ല. പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പറയുകയാണെങ്കിൽ ഈ ജനകീയ പ്രശ്നങ്ങളുണ്ടല്ലോ സാധാരണക്കാരെ, ഈ കോർപ്പറേഷൻ ഇലക്ഷൻ ആയതുകൊണ്ട് വല്ല സംസ്ഥാന തലത്തിലുള്ള പോളിസി മാറ്ററൊന്നുമല്ല. ജനകീയ പ്രശ്നങ്ങൾ, മാലിന്യ നിർമ്മാർജ്ജനം, നായ്ശല്യം, ഇതിലൊന്നും കോർപ്പറേഷൻ്റെ ശ്രദ്ധ പതിക്കുന്നില്ല. അവർ നികുതി വർദ്ധിപ്പിക്കുക, കൊല്ലം നികുതി വർദ്ധിപ്പിക്കുന്ന ഒരു സ്കീം അവരുണ്ടാക്കിയത്. എല്ലാ വർഷവും 5% വർദ്ധിപ്പിക്കൽ, ഇതിനു മുമ്പ് ഇല്ലാത്ത പതിവായിരുന്നത്. വർഷം തോറും ഓട്ടോമാറ്റിക്കലായിട്ട് നികുതി വർദ്ധിപ്പിക്കൽ. അങ്ങനെയുള്ള പിന്നെ നാശല്യം മൂല്യം വളരെ ഇതാണ്. മറ്റേ മാലിന്യ നിർമ്മാർജ്ജനം, വീട്ടുകാരെല്ലാം കോർപ്പറേഷൻ്റെ ബാധ്യതകൾക്ക് ഒഴിഞ്ഞു മാറുക. ആദ്യം കോർപ്പറേഷൻ തൊഴിലാളികൾ ദിവസം റോഡ് അടിച്ചു വാരുകയും വീട്ടിൽ വന്ന് മാലിന്യം ശേഖരിക്കലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നിർത്തിയിട്ട് എല്ലാം ഞങ്ങളുടെ മേലെ അടിച്ചേൽപ്പിച്ചിട്ട് കോർപ്പറേഷൻ ബാധ്യത ഒഴിഞ്ഞു മാറാണ്. അവർ നികുതി വർദ്ധിപ്പിക്കലും മറ്റുള്ള കെട്ടിടങ്ങൾ ഉണ്ടാക്കി നികുതി വരുമാനം കൂട്ടലുമാണ് അവർക്ക് താല്പര്യമുള്ളൂ. 10-15 വർഷമായിട്ട് CPM ഭരിക്കുന്ന ഒരു കോർപ്പറേഷനാണ്. ഭരണമാറ്റം വരും, ഇനി ഒരു മാറ്റം വേണം, ആവശ്യമാണ്. വരുമോ ഇല്ലേന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എല്ലാവരും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. രാഷ്ട്രീയ ഭേദമന്യേ ഒരു തുടർച്ചയായിട്ട് ഒരു കൂട്ടം ഭരിക്കുമ്പം ഒരു ഇതുണ്ടാവും. അതുകൊണ്ട് എല്ലാവരും മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. മാർക്കറ്റ് പോകാൻ പോകുന്നുള്ളതാണ് എല്ലാവരും ഒരു വിഷമം. മാർക്കറ്റ് പോയില്ല, ഇതേമാതിരി ആയിരുന്നു. ഇപ്പം മറ്റേ തറമ്പാട്ടായി വന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അതെന്ത് തുറക്കത്ത്? അത് തുറക്കാൻ പറയാതെ, അത് തുറക്കാൻ പറയും. ഇവിടെ എല്ലാവർക്കും തൊഴിൽ കൊടുക്കാൻ പറയും. എന്നിട്ട് സമ്പാദിക്കുന്ന കോർപ്പറേഷനോട് സമ്പാദിക്കുക. പിന്നെ നാടിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഇവിടെ ഉള്ള ഒരുപാട് കടക്കാരുണ്ട്, അവർക്കൊക്കെ കട കൊടുക്കണം. ഇവിടെ ഒരുപാട് 144 കുടുംബങ്ങളുണ്ട്, തൊഴിലാളികളുണ്ട്, കുടുംബം. ഇവർക്കൊക്കെ തെരുവിൽ ഇവരൊക്കെ ഇവിടെ പോകും. അതാദ്യം അതിനൊരു പരിഹാരം കാണട്ടെ. തെരഞ്ഞെടുപ്പിനെ ഇത് സ്വാധീനിക്കുമോ അപ്പോൾ ഈ മാർക്കറ്റിലെ? പിന്നെ തീർച്ചയായിട്ടും സ്വാധീനിക്കും. ഒന്നും പറയാനില്ല. ഈ മാർക്കറ്റ് മാറുന്നു എന്ന് പറഞ്ഞിട്ട് കുറച്ചാളായി പ്രതിനിധി പുതിയ മാർക്കറ്റ് ഉണ്ടാക്കുകയും ചെയ്തു. എങ്ങനെ കാണുന്നു? പുതിയ മാർക്കറ്റിൽ പോയിട്ട് എന്താ കാര്യം? കച്ചവടം കാര്യമൊന്നും ഉണ്ടാവില്ല അവിടെ. അത് വിറ്റതല്ലേ, പ്രൈവറ്റ് കമ്പനിക്കാർക്ക് കൊടുത്തതല്ലേ. പിന്നെ നമ്മളെ പറഞ്ഞയച്ചിട്ട് എന്താ കാര്യം? ഇവിടെ തന്നെ ഏക്കർ കണക്കിന് സ്ഥലമില്ലേ, ഇവിടെ തന്നെ സംവിധാനം ചെയ്തു തന്നാ പോരെ. ഇപ്പൊ നോക്കിയിട്ട് കാര്യമില്ല. നമ്മളെ അരിയുടെ കാര്യം നമ്മൾ നോക്കുക, നമ്മൾ മാർക്കറ്റ് ഇവിടെ നിലനിർത്തണം. എന്താണ് കല്ലത്താൻ കടവ് പുതിയ മാർക്കറ്റിന്റെ അവസ്ഥ? തൊഴിലാളികൾ എങ്ങനെ ഇതിനെ കാണുന്നു എന്ന് നമുക്ക് തൊഴിലാളികളോട് തന്നെ, കച്ചവടക്കാരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. വലിയ ആഘോഷമായിട്ടാണ് കല്ലത്താൻ കടവ് പുതിയ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നടത്തിയത്. ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞ് ആഴ്ചകൾ കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും പഴയ മാർക്കറ്റ് പഴയയിടത്തും പുതിയ മാർക്കറ്റ് കെട്ടിടമായി മാത്രം അവശേഷിക്കുകയാണ്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ, സർക്കാരിന് ഇത് നടപ്പിലാക്കി ജനങ്ങൾക്ക് ഉപകാരപ്രദമാകാത്ത പ്രവൃത്തി നടത്തുക എന്നുള്ളതല്ല. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു എടുത്തു കാണിക്കുന്ന ഒരു പ്രവർത്തനമാക്കിയത് മാത്രം ഉദ്ഘാടനം കഴിച്ചു പോയി. ഇനിയും ഇപ്പോൾ പദ്ധതികളുടെ മുഴുവൻ പണികളും പൂർത്തീകരിച്ചിട്ടില്ല. പിന്നെ അവിടുത്തെ പീഡിയക്കാരും ഇങ്ങോട്ട് വരാൻ തയ്യാറായിട്ടില്ല, കേസ് കൊടുത്തിട്ടുണ്ട്. ഇതിന് നിരവധി കടമ്പകൾ ഈ സർക്കാരിന് കടക്കാനുണ്ട്. കാരണം ജോലിക്കാരുടെ കാര്യത്തിലായാലും ഇവിടെ 300 ഷോപ്പുണ്ട്, അവിടെ 210 തൊഴിലാളികളാണുള്ളത്. BMS 36 പേർക്ക് മെമ്പർഷിപ്പ് ആവശ്യപ്പെട്ട് ലേബർ കാർഡ് ആവശ്യപ്പെട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സമയം വരെ ലേബർ ഓഫീസർ ഞങ്ങൾക്ക് ഒരു മറുപടി തന്നിട്ടില്ല. ഇപ്പൊ വരുന്ന പീഡിയക്കാർ പറയുന്ന കാര്യം എന്താ? അവിടെ ഞങ്ങൾക്ക് 2 തട്ടടിക്കാൻ പറ്റുന്ന ഹൈറ്റുള്ള പീഡിയകളാണ് അവിടെ നിലവിലുള്ളത്, പഴയ പീഡിയ. അതിന്റെ വാടകയും ഒരു പരിധിയുണ്ട്. ഇത് തൊള്ളേ കൊള്ളാത്ത വാടകയും വാങ്ങുക, റൂമിന്റെ ചെറുപ്പവും. അതുകൊണ്ട് അവിടുത്തെ വ്യാപാരികൾ ഇവിടേക്ക് വരാൻ തയ്യാറായിട്ടില്ല. തയ്യാറാവാതെ ഇവർ എങ്ങനെ അടിച്ചു വായിപ്പിക്കുന്ന പറയുന്നത്? ഇവർ പറയുന്നത് 2-3 ഭീഷണിയാണ് കോഴിക്കോട് മറ്റേ പാളയം മാർക്കറ്റിലുള്ള വ്യാപാരികളോട് കോർപ്പറേഷൻ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ഭരണാധികാരികൾ പറഞ്ഞിട്ടുള്ളത്. ഒരേ കാര്യം തന്നെ എങ്ങനെ ഭരണ നേട്ടവും ആയും അതേസമയം വലിയ രീതിയിൽ പ്രതിഷേധത്തിൻ്റെ കാരണമായി മാറുന്നു എന്നതാണ് നമ്മൾ ഈ കോഴിക്കോട് പാളയത്തെ പച്ചക്കറി മാർക്കറ്റുമായി ബന്ധപ്പെട്ട മാറ്റത്തിൽ നിന്ന് കാണുന്ന കാര്യം. ഇത് എങ്ങനെയാണ് വോട്ടിൽ പ്രതിഫലിക്കുക എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. കട്ടപ്പന നഗരസഭയിൽ കോൺഗ്രസിന്റെ മുൻ ചെയർപേഴ്സൺ ബീന ജോബിയും ഇത്തവണ വിമത സ്ഥാനാർത്ഥിയായി മത്സരരംഗത്ത്. കോൺഗ്രസ് നേതാക്കൾ AI വിഭാഗങ്ങൾക്ക് സീറ്റുകൾ വീതം വെച്ചപ്പോൾ അർഹരായവരെ അവഗണിച്ചു എന്നാണ് ബീനയുടെ ആരോപണം. കട്ടപ്പനയുടെ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവും നഗരസഭാ കൗൺസിലറുമാണ് ബീന ജോബി. കോൺഗ്രസിന് തനിച്ച് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന നഗരസഭ കഴിഞ്ഞ 5 വർഷത്തിനിടെ 3 ചെയർപേഴ്സൺമാരാണ് ഭരിച്ചത്. ഇതിൽ ആദ്യ 2 വർഷം ബീന ജോബി ആയിരുന്നു ചെയർപേഴ്സൺ. ഇത്തവണ നഗരസഭയിൽ 31ാം വാർഡിൽ നിന്ന് മത്സരിക്കാനായിരുന്നു തീരുമാനം. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങളും തുടങ്ങി. എന്നാൽ ഈ വാർഡ് UDF നേതൃത്വം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നൽകുകയായിരുന്നു. നമ്മുടെ ഓരോ വാർഡിന്റെയും ചർച്ചകൾ നടക്കുന്ന ഇടയ്ക്ക് അവസാനമായിട്ട് അറിഞ്ഞത് ഈ ഗവൺമെൻറ് കോളേജ് വാർഡ് കേരള കോൺഗ്രസിന് കൊടുത്തു, ജോസഫ് ഗ്രൂപ്പിന് കൊടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കേരള കോൺഗ്രസിൻ്റെ ജോസഫ് ഗ്രൂപ്പിൻ്റെ ആ വാർഡിലൊരു 10 വീട്ടുകാർ പോയിട്ട് 5 വീട്ടുകാർ പോയില്ല.
കാരണം ഇപ്പം ജോസഫ് ഗ്രൂപ്പിൽ മത്സരിക്കുന്ന ആളോട് നേരത്തെ കോൺഗ്രസിൻ്റെ ആളായിട്ട് മത്സരിക്കാൻ ചോദിച്ചപ്പോൾ അത് സമ്മതിക്കാതിരുന്ന ആളാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ എന്നാണേലും മത്സരരംഗത്തുണ്ട്. കൈപ്പത്തി ചിഹ്നം മാത്രമായിരുന്നു ഞാൻ വെച്ചിരുന്നെന്ന് പറഞ്ഞല്ലോ. അപ്പം ഇനി എന്തായാലും മുന്നോട്ട് തന്നെ മത്സരിക്കാൻ തീരുമാനിച്ചിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. കട്ടപ്പന നഗരസഭയിൽ കോൺഗ്രസ് എ, ഐ വിഭാഗങ്ങൾ സീറ്റുകൾ വീതം വെച്ചതായാണ് ബീന ജോബിയുടെ ആരോപണം. യുവാക്കൾ ഉൾപ്പെടെ അർഹരായ നിരവധി പേർക്ക് സീറ്റ് നിഷേധിച്ചതായും ഇവർ പറയുന്നു. അവിടെ ഒരാളെ മത്സരിപ്പിക്കാൻ അയച്ച ആ വാർഡിൽ തന്നെ താമസിച്ച യൂത്ത് കോൺഗ്രസിൻ്റെ അലൻസി മനോജ് എന്ന് പറഞ്ഞ ഒരു പയ്യന് കൊടുക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ആ ജോബിക്ക് തരണമെന്ന് പോലും നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല. അതാത് സ്ഥലത്ത് മത്സരിച്ച് ജയിക്കാൻ സാധ്യത ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു AI ഗ്രൂപ്പിൻ്റെ ഇതുള്ളതുകൊണ്ടായിരിക്കാം അവരവർക്ക് വേണ്ടി കൈവെക്കാൻ വേണ്ട ആൾക്കാർ വേണമെന്ന ഉദ്ദേശത്തിലായിരിക്കാം അവരവർക്ക് ഇഷ്ടക്കാരെ തന്നെ ഓരോ വാർഡിലും നിയമിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കട്ടപ്പന നഗരസഭയിൽ മുൻ ചെയർപേഴ്സൺമാരായ 2 പേർ ഇത്തവണ ജനറൽ സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. ഈ വാർഡുകളിൽ ഉൾപ്പെടെ 4 കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കെതിരെ വിമതരും രംഗത്തുണ്ട്. ന്യൂസ് 18 ഇടുക്കി. CCTVയിൽ വോട്ട് അഭ്യർത്ഥിച്ച് വൈറലായ ഇടതുമുന്നണി പ്രവർത്തകരെ ഇനി നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. പാലക്കാട് മണ്ണാർക്കാട് കോട്ടപ്പാടത്തായിരുന്നു രസകരമായ ഈ സംഭവം. LDF സ്ഥാനാർത്ഥി ഫസീല നസീമിന് വോട്ട് അഭ്യർത്ഥിച്ചാണ് ഇവർ CCTVയിലൂടെ എത്തിയത്. നാടെങ്ങും തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലാണ്. ഇതിനിടെ പാലക്കാട്ടെ വ്യത്യസ്തമായ ഒരു വോട്ടഭ്യർത്ഥന സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ശ്രദ്ധ നേടുകയാണ്. വോട്ടഭ്യർത്ഥിച്ച് വീട്ടിലെത്തിയപ്പോൾ ആളില്ല. ഇത് കണ്ട ഇടതുപക്ഷ പ്രവർത്തകർ CCTVയിലൂടെ വോട്ട് ചോദിച്ച് മടങ്ങുകയായിരുന്നു. പിന്നെ കയ്യിന് വേണ്ട അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നം കാണിച്ചും പറഞ്ഞും വോട്ട് അഭ്യർത്ഥിക്കുകയായിരുന്നു LDF പ്രവർത്തകർ. മണ്ണാർക്കാട് കോട്ടോപ്പാടം പഞ്ചായത്തിലെ 2ാം വാർഡ് LDF സ്ഥാനാർത്ഥി ഫസീല നസീമിന്റെ പ്രചാരണമാണ് വ്യത്യസ്തമായത്. നമ്മുടെ ഒരു സുഹൃത്തിന്റെ വീട്ടില് പിന്നെ നമ്മൾ വോട്ടഭ്യർത്ഥനയായിട്ട് പോയപ്പം വീട്ടിൽ ആരും ഇല്ലാത്ത സമയമായിരുന്നു. പിന്നെ ആള് പ്രവാസിയാണ്. ഞങ്ങൾ അങ്ങനെ സുഹൃത്ത് ബന്ധത്തിൽ അങ്ങനെ ഒരു വോട്ടഭ്യർത്ഥന നടത്തി. ഭയങ്കര സന്തോഷമുണ്ട്. എന്തായാലും വോട്ടഭ്യർത്ഥന സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായതിന്റെ ആവേശത്തിലാണ് പ്രവർത്തകരും. വൈറലാണെന്നും പ്രതീക്ഷ ചെയ്തതെന്നല്ലായിരുന്നു. അത് ഞങ്ങളുടെ നാട്ടിലെ വോട്ട് അഭ്യർത്ഥനമായിട്ട് എല്ലാ വീടുകളിലും കയറി ഇറങ്ങിയിരുന്നു ഞങ്ങളെ ഒരു പറ്റം യുവാക്കളും ഞങ്ങളുടെ സ്ഥാനാർത്ഥിയും. അപ്പോൾ അതുവരെ നമ്മുടെ ഒരു ഉറ്റ സുഹൃത്തിൻ്റെ ആള് പ്രവാസിയായിരുന്നു. ആ വീട്ടിലേക്ക് പിന്നെ ചെന്നപ്പോൾ പിന്നെ CCTV മാത്രമായിരുന്നു ആശ്രയം. അപ്പോൾ ജസ്റ്റ് ആ CCTVയിൽ നോക്കിയിട്ട് ആ സുഹൃത്ത് ബന്ധം വെച്ചിട്ടുള്ള ഒരു വോട്ടഭ്യർത്ഥനയാണ് അവനോട് നടത്തിയത്. അതിപ്പോൾ ഇങ്ങനെ പിന്നെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ എത്ര തരംഗാവൊന്നും കരുതിയിട്ടൊന്നുമില്ല. എന്തായാലും വളരെ സന്തോഷം. ന്യൂസ് 18 പാലക്കാട്. ആന്തൂർ നഗരസഭയിലെ സ്ത്രീ സ്ഥാനാർത്ഥികൾ മറ്റൊരു ഐറ്റവുമായി എത്തുകയാണ്. അവർ ഒന്നിച്ച് അവതരിപ്പിച്ച നൃത്തം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുന്നു. നഗരസഭയിലെ വിവിധ വാർഡുകളിൽ മത്സരിക്കുന്ന 15 സ്ഥാനാർത്ഥികളാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ഒരു മാപ്പിള ഗാനത്തിന്റെ ഈണത്തിനൊപ്പം നൃത്തം ചെയ്തത്. 20 വാർഡുകളുള്ള നഗരസഭയിൽ 15 സ്ഥാനാർത്ഥികൾ സ്ത്രീകളാണ്. ഇതിൽ 5 പേർ നേരത്തെ തന്നെ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ബാക്കിയുള്ളവരാണ് നൃത്ത ചുവടുകളിലൂടെ വോട്ട് അഭ്യർത്ഥിക്കുന്നത്. നാട്ടിലോട്ടിന്റെ കാഴ്ചകളിൽ നിന്ന് നാട്ടിലെ വോട്ടിനെ സ്വാധീനിക്കാനിടയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. പത്മകുമാറിനെ തിരികെ കോടതിയിൽ ഹാജരാക്കും മുൻപ് തട്ടിപ്പിന്റെ ഗൂഢാലോചന സംബന്ധിച്ച് പരമാവധി വിവരങ്ങൾ ചോദിച്ചറിയാനുള്ള നീക്കമാണ് SIT നടത്തുന്നത്. പോറ്റിയുമായുള്ള സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും അന്വേഷണ സംഘത്തിന്
ഇതിനോടകം ലഭിച്ചിരിക്കുന്ന തെളിവുകളെക്കുറിച്ചാണ് ചോദ്യം ചെയ്യൽ തുടരുന്നത്. കേസിൽ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം തന്ത്രിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. മണ്ഡലകാലമായാൽ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ പിന്തുടരുന്ന അനുഷ്ഠാനമാണ് അയ്യപ്പൻ വിളക്ക്, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ. ഈ ആചാര കലയെ തലമുറകളായി വിടാതെ മുറുകെ പിടിക്കുന്ന ഒരു കുടുംബമുണ്ട് ഒറ്റപ്പാലത്തെ കോതകുറിശ്ശിയിൽ. പരമ്പരാഗത രീതികളിലൂടെ ഇവർ നേതൃത്വം നൽകുന്ന അയ്യപ്പൻ വിളക്ക് സംഘം 100 കണക്കിന് വേദികളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരാണ്. പാലക്കാട്ടുകാർക്ക് കോതകുറിശ്ശി ഉണ്ണി വെളിച്ചപ്പാട് എന്ന പേര് സുപരിചിതമാണ്. അയ്യപ്പൻ വിളക്കെന്ന അനുഷ്ഠാനത്തെ പരമ്പരാഗത രീതികളിലൂടെ ഇന്നും പിന്തുടരുന്ന കുടുംബത്തിലെ മുതിർന്ന അംഗമാണ് ഇദ്ദേഹം. വൃശ്ചികം, ധനു, മകരം മാസങ്ങളിൽ കേരളത്തിലും അയൽ സംസ്ഥാനങ്ങളിലുമായി അങ്ങോളം ഇങ്ങോളം നടത്തിവരാറുള്ള അനുഷ്ഠാനമാണ് അയ്യപ്പൻ വിളക്ക്. പലയിടങ്ങളിലും പല പേരുകളിലാണ് ഇതറിയപ്പെടുക. വാഴപ്പിണ്ടികൾ ഉപയോഗിച്ച് പ്രതീകാത്മക അമ്പലം സൃഷ്ടിച്ച് അയ്യപ്പനെ കുടിയിരുത്തി വിശ്വാസ സമൂഹം കൊണ്ടാടുന്ന ഒന്നാണിത്. ആ കലയെയാണ് ഉണ്ണി വെളിച്ചപ്പാടിന്റെ കുടുംബം ഇന്നും മുറുകെ പിടിക്കുന്നത്. പിതാവ് അപ്പൻ വെളിച്ചപ്പാടിൽ നിന്നുമാണ് ശ്രീധരൻ എന്ന ഉണ്ണി വെളിച്ചപ്പാട് അയ്യപ്പൻ വിളക്കിന്റെ ബാലപാഠങ്ങൾ പഠിച്ചെടുത്തത്. 65 വയസ്സ് പിന്നിട്ട ഇദ്ദേഹം ശാരീരിക അവശതകളെല്ലാം മറന്ന് ഇപ്പോഴും വിളക്ക് സംഘത്തെ നയിക്കുന്നുണ്ട്. ഞങ്ങൾ പൂർവികമായിട്ട് കോതകുറിശ്ശി അയ്യപ്പൻ വിളക്ക് സംഘം നടത്തി, എൻ്റെ അച്ഛൻ കാരണന്മാരും എല്ലാവരും ആയിട്ട് നടത്തി തന്നതാണ്. ഞാനിപ്പോൾ 28 വയസ്സ് മുതൽ സ്വന്തമായി നടത്തുന്നുണ്ട്. ഞങ്ങൾ 35 പേര്, ചെണ്ട, വാദ്യം, ഉടുക്ക് എല്ലാവരും ഈ പാർട്ടിയിലും. നിലവിൽ വൃശ്ചികത്തിലെ വിളക്കുകൾക്ക് തയ്യാറെടുക്കുകയാണ് ഇവർ. അനേകം തലമുറകൾക്ക് ഉടുക്കുപാട്ടിന്റെയും വെളിച്ചപ്പാട് നൃത്തത്തിന്റെയും അമ്പലം പണിയുടെയുമെല്ലാം പാഠങ്ങൾ പകർന്നു നൽകിയ ഈ ഗുരുനാഥൻ തന്റെ 2 മക്കളെയും ഇതേ വഴികളിലൂടെ കൈപിടിച്ചു നടത്തി. മക്കളായ രാജുവും ദീപക്കും ഇപ്പോൾ ഇതേ മേഖലയിൽ പ്രസിദ്ധി ആർജിച്ച കലാകാരന്മാരാണ്. 3 മാസത്തെ വ്രതാനുഷ്ഠാനത്തിനു ശേഷമാണ് മണ്ഡലകാലത്തിലേക്ക് ഇവർ കടക്കുക. ഈ രീതികളിലൂടെ കലയെയും വിശ്വാസത്തെയും ചേർത്തുപിടിച്ച് ജീവിതത്തിൽ ആത്മസംതൃപ്തി നേടുകയാണ് ഈ കുടുംബം. ന്യൂസ് 18 പാലക്കാട്. ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുകയാണ്. ഇന്ന് 7 മണിവരെ 26,472 പേരാണ് ദർശനം നടത്തിയത്. ഇന്നലെ 87,000 പേർ ദർശനം നടത്തി. മണ്ഡലകാലത്തെ വരുമാനം 55 കോടി പിന്നിട്ടു. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് സജീവ് സി വാര്യർ ചേർന്നു. സജീവ്, ഗുഡ് മോർണിംഗ്. മനോഹരമായ മറ്റൊരു പ്രഭാതമാണ് ശബരിമലയിൽ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ തിരക്കാണ് കണ്ടത്. ലക്ഷത്തിനടുത്തേക്ക് പലപ്പോഴും ആളുകൾ എത്തുന്ന ഒരു കാഴ്ചയൊക്കെ ഉണ്ടായി. ഇന്നത്തെ സ്ഥിതി എന്താണ്? ശ്രീജ, ഗുഡ് മോർണിംഗ്. അത് തന്നെയാണ് ഇന്നും പറയാനുള്ളത്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന തിരക്ക് തുടരുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ വിവിധ ഇടങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ദർശന സൗകര്യമാണ് ദേവസ്വം ബോർഡും പോലീസും ചേർന്ന് അധികൃതർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതുപ്രകാരം കുട്ടികളടക്കമുള്ള കുട്ടികൾക്കടക്കം സൗകര്യങ്ങൾ ഏർപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നുണ്ട്. പരിമിതമായ രീതിയിലെങ്കിലും സൗകര്യങ്ങൾ ഒരുക്കാൻ അധികൃതർക്ക് സാധിക്കുന്നുമുണ്ട്. ഭക്തരുമായി ഇന്നലെ ഞങ്ങൾ സംസാരിച്ചപ്പോഴൊക്കെ, ഇന്നലെയും ഇന്ന് രാവിലെയും ഒക്കെ സംസാരിക്കുമ്പോൾ അവർ തിരക്കുണ്ടെങ്കിലും സൗകര്യപ്രദമായ ദർശനത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളാണ് വരുന്നത്. ഇന്നലെ രാത്രി 12 മണിയോടുകൂടി എത്തിയ തീർത്ഥാടകരെയാണ് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ആ തരത്തിൽ ആണ് ക്യൂ നിയന്ത്രിച്ചിരിക്കുന്നത്. പമ്പയിലും നിലയ്ക്കൽ തൊട്ട് നിയന്ത്രണങ്ങളുണ്ട്. കാരണം ആദ്യ ദിവസങ്ങളിൽ ഒട്ടേറെ പേർ എത്തുകയും നിയന്ത്രണാതീതമായ ജനത്തിരക്ക് സന്നിധാനത്തും പരിസരങ്ങളിലുമൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കണക്കിലെടുത്ത് ഹൈക്കോടതി ഇടപെടലും എല്ലാം ഉണ്ടായ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ തിരക്ക് നിയന്ത്രണത്തിന് കുറെ കൂടി കാര്യക്ഷമമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. നിലയ്ക്കൽ മുതൽ നിയന്ത്രണങ്ങളുണ്ട്, പമ്പയിലും നിയന്ത്രണങ്ങളുണ്ട്. വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത ആളുകൾക്കും ആ സമയത്ത് റിപ്പോർട്ട് ചെയ്താൽ പോലും ചിലപ്പോൾ ആ സമയങ്ങളിൽ കയറാൻ സാധിക്കാറില്ല. ഇന്നലെ രാത്രി വന്ന ആളുകൾ ഇപ്പോൾ ദർശനം നടത്തി മടങ്ങുന്ന കാഴ്ചയാണ്. അതുപോലെ സന്നിധാനത്ത് ദർശനം കഴിഞ്ഞ ആളുകൾ
തമ്പടിക്കാതിരിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തണം എന്നാണ് ദേവസ്വം ബോർഡും അധികൃതരും പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് അവലോകന യോഗം ചേരുന്നുണ്ട്. എരുമേലിയിലാണ് അവലോകന യോഗം ചേരുക എന്നാണ് അറിയുന്നത്. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും. അത്തരത്തിലുള്ള എല്ലാ ഇതുവരെയുള്ള ദിവസങ്ങളിലെ കാര്യങ്ങളെല്ലാം വിലയിരുത്തും. ഒപ്പം ദേവസ്വം ബോർഡിന്റെ ഇത്തവണയുള്ള വരുമാനം, ശബരിമലയിലെ വരുമാനത്തിൽ വലിയ വർധനവുണ്ടായതായി കാണുന്നു. കഴിഞ്ഞ വർഷം ആദ്യത്തെ 8 ദിവസങ്ങൾക്കകം 42 കോടിയാണ് ലഭിച്ചതെങ്കിൽ ഇത്തവണ 55 കോടിയാണ് ശബരിമലയിലുള്ള വരുമാനം. ഇത് റെക്കോർഡ് വരുമാനമാണ്. ആരവണ വിൽപ്പനയിൽ മാത്രം 28 കോടി ആയിരിക്കുന്നു എന്നാണ് കാണുന്നത്. കഴിഞ്ഞ തവണ ഇത് 15 കോടിയായിരുന്നു. ഇത്തരത്തിൽ കാണിക്കയിൽ നിന്നുള്ള വരുമാനം 15 കോടിയാണ് എന്നും വ്യക്തമാകുന്നു. ഔദ്യോഗികമായ കണക്കുകൾ വരാനിരിക്കുന്നേയുള്ളൂ. ഇപ്പോൾ ലഭിക്കുന്ന സൂചനകളാണ് ഇത്. ശ്രീജ, ഏതായാലും തീർത്ഥാടകരുടെ കാര്യത്തിൽ കുറെ കൂടി സൗകര്യപ്രദമായ രീതിയിൽ മെച്ചപ്പെട്ട രീതിയിലുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയെന്ന് വേണം കരുതാൻ. ശരി, സജീവ് സി വാര്യരാണ് വിവരങ്ങൾ നൽകിയത് ശബരിമല സന്നിധാനത്ത് നിന്ന്. ഇനി ഇന്നത്തെ ദിവസം ഒരു പ്രധാനപ്പെട്ട യോഗം നടക്കുന്നുണ്ട്. അത് ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് തോൽവി ചർച്ച ചെയ്യാൻ ഇന്ന് കോൺഗ്രസിന്റെ യോഗം ചേരുകയാണ്. ഇത്രയും ദിവസത്തിന് ശേഷമാണ് കോൺഗ്രസിന്റെ യോഗം ചേരുന്നത്. AICC നേതാക്കളും സംസ്ഥാന നേതാക്കളും ചർച്ചയിൽ പങ്കെടുക്കും. വോട്ട് ചോരി നടന്നു എന്നാണ് കരുതുന്നതെന്ന് പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചു. SIR നിയമവിരുദ്ധമെന്ന് ആരോപിച്ചുള്ള ഹർജികൾ ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കും. കേസിൽ ഹർജിക്കാരുടെ വാദമാണ് ഇന്ന് നടക്കുക. നിലവിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി ഭരണഘടനാ വിരുദ്ധമെന്നാണ് കഴിഞ്ഞ ദിവസം കപിൽ സിബൽ വാദിച്ചത്. വാദം പൂർത്തിയായ ശേഷം അടുത്ത മാസം 9-ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എതിർവാദവും നടക്കും. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവള പരിസരത്ത് അദാനി ഗ്രൂപ്പിന്റെ ആഡംബര ഹോട്ടലിന് കേന്ദ്ര പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം അനുമതി നൽകി. മന്ത്രാലയത്തിന്റെ വിദഗ്ധ സമിതിയുടെ വിശദമായ അവലോകനത്തിന് ശേഷമാണ് അംഗീകാരം ലഭിച്ചത്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അദാനി ഗ്രൂപ്പുമായി ചേർന്നുള്ള നവീകരണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊപ്പമാണ് 136 കോടി ചെലവിൽ വരുന്ന ഈ ഒരു അത്യാഡംബര ഹോട്ടലിനുള്ള അനുമതി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നൽകിയിരിക്കുന്നത്. കോടതി കേസുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതോ വനമേഖലയോ അല്ലാത്ത ഒരു പ്രദേശമായതിനാലാണ് ഇത്രയും പെട്ടെന്ന് ഒരു അനുമതി ഈ ഒരു മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചിരിക്കുന്നത്. 5 നിലയിൽ വരുന്ന കെട്ടിടത്തിൽ 900 പേർക്കോളം നേരിട്ടുള്ള ജോലിയും ഒപ്പം 300ഓളം പേർക്ക് അല്ലാതെയുള്ള ജോലി, ഏകദേശം ഒരു 1700ഓളം പേർക്ക് ജോലി ലഭിക്കാൻ സാധ്യതയുള്ള ഒരു പദ്ധതിയാണ് ഈ ഒരു ഹോട്ടലിലൂടെ വിഭാവനം ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ ഈ വിഴിഞ്ഞം തുറമുഖവുമായി ചേർന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രൂ ഡോക്കിംഗ് അടക്കമുള്ള കാര്യങ്ങൾക്ക് അനുമതി ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് വരുന്ന കപ്പലുകളിലെ ജീവനക്കാർക്കും ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് താമസിക്കാൻ അടക്കം പറ്റുന്ന തരത്തിലാണ് ഈ ഒരു ഹോട്ടൽ നിർമ്മാണം പുരോഗമിക്കുക. മാത്രമല്ല ഈ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് കൂടുതൽ വിദേശികളും ഒപ്പം തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള വലിയ VIP അടക്കം എത്തുന്ന സമയങ്ങളിൽ താമസിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കുക. മാത്രമല്ല ഈ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നിലവാരം കൂടുതൽ ഉയർത്തിക്കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു ഹോട്ടൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. 5 നിലകളിലായി വരുന്ന ഹോട്ടലിൽ 600ഓളം പേർക്ക് ഇത്തരത്തിലുള്ള സൗകര്യങ്ങളുള്ള ഹോട്ടലാണ് ഇപ്പോൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. അതിനൊപ്പം തന്നെ കൺസ്ട്രക്ഷൻ എത്രയും പെട്ടെന്ന് തന്നെ ആരംഭിക്കും. 3 വർഷത്തിനുള്ളിൽ പൂർത്തിയാകുന്ന തരത്തിലാണ് ഇപ്പോൾ ഇതിന്റെ നിർമ്മാണം ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഹരിതചട്ടം ഒക്കെ പാലിച്ചുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് ഈ ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി ചില മരങ്ങൾ മുറിച്ചു മാറ്റേണ്ടതുണ്ട്. അത് ഈ ഒരു എയർപോർട്ടിനകത്ത് തന്നെയുള്ള ഭൂമിയിൽ മറ്റ് ഭാഗങ്ങളിൽ വെച്ചുപിടിപ്പിക്കാനുള്ള സൗകര്യം ഒരു ഗ്രീൻ ബെൽറ്റിനടക്കമുള്ള സ്ഥലം കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഉടൻ തന്നെ ഈ ഒരു ഹോട്ടലിലെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുകൂടി ഈ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടൽ കൂടി വരുന്നതോടെ ഈ ഒരു തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ മുഖച്ഛായ തന്നെ മാറുമെന്ന് തീർച്ചയാണ്. കൂടുതൽ സഞ്ചാരികളും യാത്രക്കാരും ഈ ഒരു തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് എത്തുകയും തലസ്ഥാനത്തിന്റെ അടക്കം മുഖച്ഛായ മാറ്റുന്ന ഈ ഒരു പദ്ധതിക്ക് കൂടുതൽ ഒരു ലക്ഷ്യം കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ക്യാമറമാൻ സന്തോഷിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. മലപ്പുറത്ത് സ്കൂളിന് ഭീഷണിയായി കുന്നിടിച്ചു മണ്ണെടുക്കുന്നു. നാട്ടുകാരുടെ പ്രതിഷേധത്തെ മറികടന്നാണ് ഇരുമ്പിളിയം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സമീപത്തു നിന്ന് മണ്ണെടുക്കുന്നത്. മലപ്പുറത്തും വയനാടിന് സമാനമായൊരു ദുരന്തം ആവർത്തിക്കുമോ എന്ന ആശങ്കയിലാണ് ഈ സ്കൂളിലെ 2000ഓളം കുട്ടികളും ഇവിടെ താമസിക്കുന്ന 10ഓളം കുടുംബങ്ങളും. മലപ്പുറം ജില്ലയിൽ ഏറ്റവും അധികം കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയങ്ങളിലൊന്നാണ് ഇരുമ്പിളിയം ഹയർ സെക്കൻഡറി സ്കൂൾ. ഇതിന് തൊട്ടടുത്ത് നിന്നാണ് സ്വകാര്യ വ്യക്തി നിർബാധം കുന്നിടിച്ച് മണ്ണെടുക്കുന്നത്.
നാട്ടുകാർ നിരവധി തവണ പ്രതിഷേധം ഉന്നയിച്ചെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. മുണ്ടക്കൈക്ക് സമാനമായ ഒരു ദുരന്തത്തിന് കോപ്പുകൂട്ടിയാണ് പഞ്ചായത്ത് അധികൃതർ മണ്ണെടുപ്പിന് അനുമതി നൽകിയതെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി. സ്കൂളും കുന്നും തമ്മിൽ 100 മീറ്റർ മാത്രമാണ് ദൂരം. ഇങ്ങനെ മണ്ണെടുത്താൽ സ്കൂൾ തന്നെ ഇല്ലാതാകുമെന്നും കുട്ടികളുടെ ജീവൻ അപകടത്തിലാണെന്നും നാട്ടുകാർ പറയുന്നു. ഞങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്കൂൾ കുന്നും പുറത്താണ് നിൽക്കുന്നത്. 12,000 കുട്ടികൾ പാവപ്പെട്ട മക്കൾ പഠിക്കുന്ന സ്കൂളാണ്. ഞങ്ങളുടെ സ്കൂളിന് ബുദ്ധിമുട്ട് വരുന്ന വിധത്തിൽ മണ്ണെടുക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. മക്കൾക്ക് സുരക്ഷിതം വേണം. ഇതിപ്പോ പാവപ്പെട്ട കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്, പൈസക്കാരെ കുട്ടികളൊന്നല്ല പഠിക്കുന്നത്. മഴ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നിന്റെ മലപാച്ചിൽ മൊത്തം വന്നാൽ ഞങ്ങളുടെ കുട്ടികളും മക്കളും സ്കൂളും മൊത്തം പോകും. രക്ഷിതാക്കൾക്ക് സമാധാനത്തോടെ വീട്ടിലിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ മണ്ണെടുക്കലിനെ ഞങ്ങൾ സമ്മതിക്കൂല. ഞങ്ങൾ സമരം ചെയ്യും. എത്ര വേണമെങ്കിലും ഞങ്ങൾ ഇവിടെ ഇരിക്കും. മുൻപും മണ്ണെടുപ്പിനെതിരെ പ്രദേശവാസികൾ നിരവധി തവണ പരാതി നൽകിയിട്ടുണ്ട്. പിന്നീട് ഇത് താൽക്കാലികമായി നിർത്തിവെച്ചു. എന്നാൽ വീണ്ടും മണ്ണെടുപ്പ് ആരംഭിച്ചത് ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് അഴിമതിയിലൂടെയാണെന്നാണ് ആരോപണം. ഈ സ്കൂളും പിന്നെ ഈ മണ്ണെടുക്കലും കൂടി ആകെ 100 മീറ്റർ വ്യത്യാസമുള്ളത്. ഇത് ഗവൺമെന്റ് ഹൈസ്കൂളാണ്. ഈ മണ്ണ് കൊണ്ട് നിർത്തിയിട്ട് ഹൈസ്കൂളിൽ അവിടുന്ന് നിരങ്ങാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഈ ഇത്രയും അളന്നു നോക്കിയിട്ടേ ഇതിന് പെർമിഷൻ കൊടുക്കാൻ പാടുള്ളൂ. അത് എങ്ങനെ പേര് കള്ളത്തരത്തിൽ എങ്ങനെ പെർമിഷൻ ഉണ്ടാക്കിയെന്നൊന്നും അറിയില്ല. ഇവിടുന്ന് തന്നെ അളന്ന 100 മീറ്റർ ഇല്ല സ്കൂളിൻ്റെ അവർക്ക്, സ്കൂളിൽ നിൽക്കുന്നിടത്തേക്ക്. ഇത് നിർത്തി വെച്ചതാണ്. പിന്നെ രണ്ടാമത് എങ്ങനെ പെർമിഷൻ ഉണ്ടാക്കിയിട്ട് പെർമിഷൻ ഉണ്ടാക്കാൻ വരുമ്പോൾ ഇത് ഇത്ര മീറ്റർ അകലെ സ്കൂളോ വീടോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇത്ര മീറ്റർ അകലെന്ന് ഒരു നിയമമുണ്ട്. ആ നിയമം ഇല്ലാതെ പെർമിഷൻ കൊടുക്കൂല. 2000-ഓളം കുട്ടികളാണ് ഇരുമ്പിളിയം സ്കൂളിൽ പഠിക്കുന്നത്. കുന്നിന്റെ താഴ്വാരത്ത് നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുമുണ്ട്. ഇവർക്കും ഈ മണ്ണെടുപ്പ് ഭീഷണിയാണ്. കഴിഞ്ഞ മഴക്കാലത്ത് മണ്ണെടുത്ത സ്ഥലത്ത് നിന്ന് കുന്ന് ഇടിഞ്ഞു വീഴുന്ന സ്ഥിതിയുമുണ്ടായിരുന്നു. ഇതും ഇവരെ ആശങ്കയിലാക്കുന്നു. ന്യൂസ് 18 തിരൂർ. മൂന്നാറിലേക്ക് മഴയൊക്കെ മാറിയതോടെ സഞ്ചാരികളുടെ പ്രവാഹമാണ്. അവിടേക്ക് പോകുന്ന സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാണ് 2ാം മൈലിലെ വ്യൂ പോയിന്റും അതിൻ്റെ പരിസര പ്രദേശവും. കോടമഞ്ഞ് പുതച്ച മലനിരകളും തേയിലച്ചെടികൾ കൊണ്ട് പച്ച വിരിച്ച മൊട്ടക്കുന്നുകളും ഒക്കെയായി 2ാം മൈൽ സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാണ്. കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് ചിത്തിരപുരവും 2ാം മൈലും. നിരവധി പേർ യാത്രാമധ്യേ വിശ്രമത്തിനായി തെരഞ്ഞെടുക്കുന്ന 2ാം മൈലിന്റെ മനോഹാരിത വേറെ തന്നെയാണ്. തെക്കിന്റെ കശ്മീർ എന്ന വിശേഷണമുള്ള മൂന്നാറിന്റെ എല്ലാ ഭംഗിയും അതേപോലെ ലഭിച്ച പ്രദേശമാണിത്. രണ്ടാം മൈലിലെത്തുമ്പോൾ വിശ്രമത്തിനൊപ്പം സഞ്ചാരികൾ മനോഹരമായ ചിത്രങ്ങൾ പകർത്താനും സമയം കണ്ടെത്താറുണ്ട്. ഇടവിട്ടുള്ള തണുത്ത കാറ്റും ചാറ്റൽ മഴയോടൊപ്പമുള്ള കോടമഞ്ഞും 2ാം മൈലിന്റെ പ്രത്യേകതയാണ്. തെളിഞ്ഞ അന്തരീക്ഷത്തിൽ ചിത്തിരപുരവും പള്ളിവാസലും ഇരുട്ടുകാനവും എല്ലാം ഉൾപ്പെട്ട പ്രകൃതിയുടെ വിദൂര ദൃശ്യവും സഞ്ചാരികൾക്ക് ഏറെ ഇഷ്ടപ്പെടും. മഴ കുറഞ്ഞതോടെ മൂന്നാറിലേക്ക് വിനോദസഞ്ചാരികളുടെ ഒഴുക്കും വർദ്ധിച്ചിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. ഇനി സ്പെഷ്യൽ ഡേ വിഷസിലേക്കാണ്. ഇന്ന് സ്പെഷ്യൽ ഡേ ആർക്കൊക്കെയാണ് നോക്കാം. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന കൊല്ലയിൽ ഷാലോം മാർത്തോമ ഇടവക വികാരി ജോബി ജോൺ അച്ഛന് ജന്മദിനാശംസകൾ നേരുന്നത് മാർത്തോമ ഇടവക അംഗങ്ങളും ഇടവക ശുശ്രൂഷകൻ കിരൺ, ഒപ്പം യുവജന സഖ്യത്തിന്റെ അംഗങ്ങളായ അജയ്കുമാർ, മനീഷ്, ആര്യ, സിബിയ, നിജി എന്നിവരാണ് ഫാദർ ജോബി ജോണിന് ന്യൂസ് 18 കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. ഇന്ന് വിവാഹിതരാവുന്ന കുഴിത്തുറ ഷൺമുഖവിലാസത്തിൽ ഉദയനും കൊല്ലം മയ്യനാട് സ്വദേശി ഐശ്വര്യയ്ക്കും ആശംസകൾ നേരുകയാണ് സഹോദരി സൂര്യ ശിവനും മറ്റ് കുടുംബാംഗങ്ങളും ഒപ്പം കൂട്ടുകാരും. ഉദയനും ഐശ്വര്യയ്ക്കും സന്തോഷം നിറഞ്ഞൊരു വിവാഹ ജീവിതം ആശംസിക്കുന്നു. മലപ്പുറം വളാഞ്ചേരി അത്തിപ്പറ്റ സ്വദേശികളായ മുഹമ്മദ് അലിക്കും സുഹാനിക്കും ഇന്ന് 19ാം വിവാഹ വാർഷികമാണ്. ആശംസകൾ അറിയിക്കുന്നത് കൂട്ടുകാരാണ്. ഞങ്ങളുടെയും ഹൃദയം നിറഞ്ഞ വെഡിങ് ആനിവേഴ്സറി വിഷസ്. രാവിലെ തൽക്കാലം പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം പോലീസ് പട്രോൾ കാണാം.